എല്ലാവർക്കും നമസ്കാരം, സുസ്വാഗതം കളിക്കളത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക്. അപ്പോൾ താടി ഇല്ലാത്തതുകൊണ്ട് കുറച്ച് വെളുപ്പ് കൂടുതൽ തോന്നുന്നതാണ്, അല്ലാണ്ട് മേക്കപ്പ് അല്ല എന്ന് ആദ്യമേ പറയാൻ പറഞ്ഞു. അതുകൊണ്ട് പറയുന്നതാണ്. താടി താടി പോയല്ലേ? എന്താ താടി പോയെ? പൊതുവെ ഓണക്കാലം ആകുമ്പോഴാണ് എൻ്റെ താടി പോകുന്നത്. പക്ഷേ ഓണക്കാലം അല്ലാതെ ഇന്നലെ എനിക്ക് ചാക്യാറുണ്ട്. ഇന്നലെ അല്ല, മിഞ്ഞാന്ന് ശനിയാഴ്ച ചാക്യാറുണ്ടായിരുന്നു. നിങ്ങൾക്കെല്ലാം അറിയാം, കളേഴ്സ് ഷോ, നമ്മുടെ ജസി ഗിഫ്റ്റൊക്കെ വന്നിരുന്നൊരു ഷോ, അതിനകത്ത് ചാക്യാറായിട്ട് ഞാൻ ഉണ്ടായിരുന്നു. ഗംഭീര പരിപാടിയായിരുന്നു, ഗംഭീരമായിരുന്നു. UBL ആയിരുന്നു എൻ്റെ മീഡിയ പാർട്ട്ണർ. അവതാരികയായി നമ്മുടെ സ്വന്തം പെനീനയായിരുന്നു. അങ്ങനെ നമ്മൾ രണ്ടുപേരും ഉണ്ടായിരുന്നു ആ പരിപാടിയുടെ ഭാഗമായിട്ട് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കളിക്കളത്തിൻ്റെ പുതിയൊരു അധ്യായം. ഇതിനകത്തെല്ലാം അക്ഷരങ്ങളിലെല്ലാം നിറച്ച് വെച്ചിരിക്കുന്ന ഓരോ ഗെയിംസ് ഉണ്ട്. ആ ഗെയിംസിൽ നിങ്ങൾ ജയിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു സമ്മാനം കിട്ടുന്നതായിരിക്കും. സമ്മാനം കിട്ടാനായിട്ട് 800-825-825 എന്നുള്ള നമ്പറിൽ വിളിച്ചിട്ട് 7 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ സമ്മാനം കരസ്ഥമാക്കുക. ഒരു പ്രത്യേക അറിയിപ്പ് ഇതിന് ആദ്യം തന്നെ പറയുകയാണ്. ആരുടെയെങ്കിലും കയ്യിൽ ഇനി കാലിക്കറ്റ് ജംഗ്ഷൻ്റെ ഗിഫ്റ്റ് വൗച്ചർ സമ്മാനം കിടപ്പുണ്ടെങ്കിൽ, അതായത് ഇവിടുന്ന് കളക്ട് ചെയ്തില്ല എങ്കിലല്ല, നിങ്ങളെ കയ്യിലിരിപ്പുണ്ടെങ്കിൽ അത് ഈ നാളെ, അതായത് 30-ാം തീയതിക്കുള്ളിൽ, 30-ാം തീയതിക്ക് മുന്നേ, അതായത് ഇന്നും നാളെയും കൊണ്ട് തന്നെ അവിടെ പോയി തീർക്കണം. അതിനുശേഷം അത് അവിടെ അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കുന്നതല്ല. നിങ്ങൾ ഇനിയും വെച്ച് താമസിപ്പിക്കരുത്, ഇനി വീക്കെൻഡിലേക്ക് കാത്തിരിക്കരുത്. അത് പ്രത്യേകം അറിയിക്കുകയാണ്. മറന്നു പോകേണ്ട. കാലിക്കറ്റ് ജംഗ്ഷൻ്റെ സമ്മാനം നിങ്ങൾക്ക് 30-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. ഇതിനുള്ളിൽ കഴിച്ചിരിക്കണം. നിങ്ങളിനി ഇന്നലെ മേടിച്ച കൂപ്പൺ ആണെങ്കിലും നിങ്ങൾ എത്രയും പെട്ടെന്ന് അത് യൂസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ നമ്മളെ വിളിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലാത്തതുകൊണ്ടാണ് ഇത് പ്രത്യേകം എടുത്ത് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 04238349 എന്നുള്ള നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഗെയിമിലേക്ക് കടക്കാം. ഗെയിമിൽ നമുക്ക് ഫണ്ണി ആയിട്ട് ഇങ്ങനെ പോവാം. നമ്മുടെ നേരം പോക്കുകളൊക്കെ ആയിട്ട് അങ്ങനെ പോവാം. ഒരുപാട് ആളുകൾ നാട്ടിൽ പോയി. ഈ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് ശേഷം, അതായത് 2020 ശേഷം ഏറ്റവും കൂടുതൽ ഫാമിലീസ് നാട്ടിൽ പോയ ഒരു വർഷമാണ് 2024 എന്ന് പറയുന്നത്. പല രീതിയിലായിട്ട് പോയ ആൾക്കാരുണ്ട്. അതായത് കണക്ഷൻ ഫ്ലൈറ്റ് എടുത്തിട്ടും അല്ലാതെയും ഡയറക്റ്റ് ഫ്ലൈറ്റ് ആയിട്ടും എങ്ങനെയെങ്കിലുമൊക്കെ നാട്ടിൽ പോകണമെന്ന് വിചാരിച്ചു 4 വർഷം കൂടിയിട്ട് പോയ ആൾക്കാർ, 3 വർഷം കൂടി പോയ ആൾക്കാർ, 2 വർഷം കൂടി പോയ ആൾക്കാർ, എല്ലാ വർഷവും പോകുന്നവർ, 6 മാസത്തിൽ പോകുന്നവർ, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഏറ്റവും കൂടുതൽ ആളുകൾ നാട്ടിൽ പോയ ഒരു വർഷമാണ് 2024 ഈ വർഷത്തെ സ്കൂൾ വെക്കേഷനിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ നാട്ടിൽ പോയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇവിടെ തന്നെ നോക്കി കഴിഞ്ഞാൽ സ്കൂളും ഇല്ല, ഒന്നുമില്ല, ഒരു പ്രശ്നമില്ലാണ്ട് നിഷാദിക്കുകയും പോയിരിക്കുക നാട്ടിൽ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. ജസ്റ്റ് ലാൻഡ് ഫോണോ മൊബൈൽ ഫോണോ എടുക്കുക, വിളിക്കുക. കളിക്കളം ഇൻ അസോസിയേഷൻ വിത്ത് ടൈം എക്സ്പ്രസ് കാർഗോ. അപ്പോൾ വിളിച്ചുകൊണ്ടേ ഇരിക്കുക. 04238249 എന്നുള്ള നമ്പറിലാണ് വിളിക്കേണ്ടത്. നമുക്ക് പാട്ടിൻ്റെ മത്സരമാണ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ പാട്ടിലൂടെ നമ്മൾ അങ്ങനെ സഞ്ചരിക്കും. പാട്ട് പാടാൻ എനിക്കറിയില്ല, ആർക്കെങ്കിലും അറിയെങ്കിലും പാടിക്കോ, കുഴപ്പമില്ല. നിങ്ങൾക്ക് പാട്ട് പാടാൻ അറിയില്ലെങ്കിലും അതൊരു വലിയ വിഷയമായിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നിങ്ങൾക്കറിയാവുന്ന കഴിവ് വേറെ ഉണ്ടാവും. എല്ലാ മനുഷ്യജീവികൾക്കും, എല്ലാ മനുഷ്യന്മാർക്കും, എല്ലാവർക്കും, ചെറിയ കുട്ടി മുതൽ, അതായത് ആഭാലവൃദ്ധം ജനങ്ങൾക്കും, എല്ലാ ആളുകളിലും ഒരു കഴിവ് അല്ലെങ്കിൽ 2 കഴിവ്, മൾട്ടിപ്പിൾ കഴിവുകൾ ദൈവം തന്നിട്ടുണ്ടാവും. അതിലൊരു സംശയമില്ല അക്കാര്യത്തിൽ. അത് ഇനി എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും അത് അങ്ങനെ തന്നെയാണ്. കാരണം അത് എല്ലാ ആളുകൾക്കും ഒരു കഴിവ് അല്ല 2 കഴിവ്, അതാണ് മൾട്ടിപ്പിളായിട്ട് കിട്ടിയിട്ടുണ്ടാവും ചില ആളുകൾക്ക്. ചില ആളുകൾ കണ്ടിട്ടില്ല, പാട്ട് പാടിക്കൊണ്ട് ചിത്രം വരക്കും. ചില ആളുകൾ ചിത്രം വരക്കും നന്നായിട്ട്, ചില ആളുകൾ പാട്ട് പാടും നന്നായി, ചില ആളുകൾ മിമിക്രി കാണിക്കും, ചില ആളുകൾ നന്നായി എഴുതും, നല്ല കയ്യക്ഷരമായിരിക്കും, ചില ആളുകൾക്ക് ഭയങ്കരമായിട്ട് ഒരുപാട് പഠിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവും, ചില ആളുകൾക്ക് നന്നായി ക്ലാസ് എടുക്കാനുള്ള ആളുണ്ടാവും, ചില ആളുകൾക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം, വർക്കോളിക്കായിരിക്കും, അവർക്ക് ജോലി ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിരിക്കും. അല്ലെങ്കിൽ ചില ആൾ ടെക്കി ആയിരിക്കും, ഇങ്ങനെ ടെക്നോളജികൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ചില ആളുകൾക്ക് ഈ ടെക്നോളജി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരുപാട് ഇഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങളുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്തും നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൾട്ടിപ്പിളാണ്. അതായത് ഇതിനകത്ത് ഒരു ഗെയിം തന്നെയല്ല, പല ഗെയിമുകൾ ഇട്ടിരിക്കുന്നത് കൊണ്ട് പല ടൈപ്പാണ് നമ്മൾ ആളുകൾ, പല വ്യത്യസ്തരാണ്. നമ്മൾ 5 വിരലുകളും വ്യത്യസ്തമാണെന്ന് പറയുന്നത്, 2 കൈകളും വ്യത്യസ്തമാണ്, 2 കാലുകളും വ്യത്യസ്തമാണ്, 2 ചെവിയും വ്യത്യസ്തമാണ്, 2 കണ്ണുകളും വ്യത്യസ്തമാണ്. എല്ലാം നമ്മളെ ശരീരത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരേ സാധനം 2 ഉണ്ടെങ്കിൽ 2ഉം വ്യത്യസ്തമായിട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാറ്റിനും ഒരു വ്യത്യസ്തത ഉണ്ടാവും. നിങ്ങളിലും ആ വ്യത്യസ്തത ഉണ്ടാവും. അപ്പോൾ ആ വ്യത്യസ്തത ചിലപ്പോൾ നിങ്ങൾക്ക് പാട്ട് പാടാനുള്ള കഴിവില്ലായ്മയായിരിക്കാം. എന്നെ പോലെ എനിക്കും പാട്ട് പാടാനുള്ള കഴിവില്ല. പക്ഷേ പാട്ട് പാടാനുള്ള കഴിവുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരുപാട് നമ്മൾ സിനിമയിൽ കാണാറുണ്ട്, പല നടന്മാരെയും കാണാറുണ്ട്. ചില നടന്മാരുടെ ആദ്യ കാലഘട്ടങ്ങളിൽ കണ്ടിരുന്ന സിനിമ, ഇപ്പം നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഫഹദ് ഫാസിൽ ആദ്യം അഭിനയിച്ച സിനിമ അമ്പേ പരാജയമായിരുന്നു. പിന്നീട് പുള്ളിക്കാരൻ ഇപ്പം എന്താണ് ആവേശത്തിലെത്തി നിൽക്കുന്നു. ഹലോ, നമസ്കാരം, ആരാണ്? എന്റെ പേര് അനസ്. ഹായ് അനസ്, നമുക്കൊരു അക്ഷരം എടുക്കാം. ആ അക്ഷരത്തിലൂടെ എന്ത് ഗെയിമാണ് വരുന്നത് നോക്കാം. ആ ഗെയിമിലൂടെ നമുക്ക് പോവാം. നോക്കാം. സി. ഓപ്ഷൻ സി. ഐ സി. അപ്പൊ പാട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അന്താക്ഷരി. അന്താക്ഷരി. അപ്പൊ ഒരു പാട്ട് പാടുന്നു, അവസാനത്തെ വാക്കിന്റെ ആദ്യത്തെ അക്ഷരം എടുക്കുന്നു, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാട്ട് പാടുന്നു. സമയം തീരുമ്പോൾ ആരെടുത്താണോ അയാൾ ഔട്ടാവുന്നു. ഓക്കെ. അപ്പൊ പാടി തുടങ്ങിയോ. അനുരാഗ വിലോചനായി
അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. ത തങ്കഭസ്മക്കുറിയിട്ട തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച നുഴമ്പെന്ന് മുടക്കും ഞാൻ 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 ഞാറ്റുവേലക്കിളിയേ ഒരു പാട്ടു പാടി വരുമോ കൊന്ന പൂത്ത വഴിയിൽ വയലിൽ വാ വാ. വരമഞ്ഞളാടിയ രാവിന്റെ മാറിൽ അല്ലേ, കറക്റ്റ് അല്ലേ? ആ ഒരു മഞ്ഞു തുള്ളി താ ആ തുള്ളി താരാപദം ചേതോഹരം ഞാൻ പാ. പ്രേമാമൃതം പുൽകുന്നു ഞാൻ. ഞാനല്ലോ പുൽകുന്നു ഞാൻ ഒറ്റ വാക്കാണ്. പുൽ പെയ്യുന്നിതാന്നാണ്. അപ്പൊ പാ എന്ന് പറയുമ്പം പാതിരാമഴയേതോ ഹംസഗീതം പാടി പാൽ നിലാവിലും ഒരു പക്ഷെ തുടങ്ങുന്ന അങ്ങനെയല്ലല്ലോ. കാറ്റിന് ജീവൻ അല്ലല്ല. ഓക്കെ അല്ല അത് പിന്നെ പാതിരാക്കിളി എന്തിനീ മൗനം മൗനം സ്വരമായി എൻ കൈക്കുമ്പിളിൽ കുമ്പിളിൽ അത് തമിഴല്ലേ? കന്നിമാനം കുത്തിപ്പാറ്. ഓക്കെ, അത് മലയാള സിനിമയില. പായോ പഞ്ചതന്ത്രം കഥയിലെ കണ്ണാടിക്കൂടും കൂട്ടി. സമയം കഴിഞ്ഞു പോയിട്ടുണ്ട്, സമയം കഴിഞ്ഞു. അതുകൊണ്ട് തൽക്കാലം ഔട്ടായതാ. പക്ഷെ നന്നായിട്ട് മത്സരിച്ചിട്ടുണ്ട്, നന്നായി പാടിയിട്ടുണ്ട്. എന്തായാലും കുഴപ്പമില്ല കേട്ടാ. താങ്ക് യു. അടിപൊളിയായിട്ട് മത്സരിച്ച്. പക്ഷെ സമ്മാനങ്ങളൊന്നും കൊടുക്കുന്നില്ല, എന്തായാലും ജയിച്ചിട്ടില്ല. അതുകൊണ്ടാണ് സമ്മാനങ്ങളൊന്നും കിട്ടാത്തത്. ജയിക്കുന്ന എല്ലാ ആളുകളുടെയും ഫസ്റ്റ് ട്രയലിൽ കിട്ടിയില്ലല്ലോ. അത് കുഴപ്പമില്ല, ഫസ്റ്റ് ട്രയലിൽ കിട്ടരുത്. കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു സുഖം ഉണ്ടാവില്ല. ട്രൈ യുവർ ബെസ്റ്റ്. അത്രേ ഉള്ളൂ. നമ്മൾ ട്രൈ ചെയ്യാന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മളെ പലപ്പോഴും അങ്ങനെയാണ് ചിന്തിക്കുന്നത്. നമ്മൾ ട്രൈ ചെയ്യുന്നതിന് എന്താ പ്രശ്നം? നമ്മൾ തോക്കട്ടെ അതിനെന്താ അല്ലേ? അത്രേ ഉള്ളൂ, ഒന്നുമില്ല. പോയില്ലേ ഇതുവരെ? പോയില്ലേ? എടാ റിജിലെ പുള്ളി പോയില്ലേ? അടുത്ത ആളിലേക്ക് പോവാം. 0423824991 എന്നുള്ള നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. വിളിച്ച് കഴിഞ്ഞിട്ടാവും നിങ്ങൾക്ക് ഈ പിന്നിൽ കാണുന്ന അക്ഷരങ്ങൾ ഓരോന്നായിട്ട് തിരഞ്ഞെടുക്കാം. പാട്ടിൻ്റെ ഗെയിമുകൾ കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാട്ടിൻ്റെ ഗെയിമുകൾ കൂടുതൽ വേണം എന്ന് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ പാട്ട് കൂട്ടിയിരിക്കുന്നത്. പാട്ട് കുറക്കാം. നമുക്ക് ഈ വെക്കേഷനൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടൊന്ന് റീസ്റ്റാർട്ട് ആവുന്ന ഒരു സമയമുണ്ടല്ലോ. നമ്മൾ ആളുകളൊക്കെ തിരിച്ചു വരും. നമ്മളെ പഴയ കുറേ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഇവിടെ ഇല്ല. അവരൊക്കെ ഇങ്ങനെ നാട്ടിലൊക്കെ ഇങ്ങനെ ചേക്കേറിയിരിക്കുകയാണ്. അപ്പോൾ അവരൊക്കെ വരുന്ന ആ ഒരു സമയം വരെയുള്ള ഇങ്ങനെ നമുക്ക് പാട്ടൊക്കെ പാടി അങ്ങനെ പോകാം. പാട്ടും പാടി ആൾക്കാർ പറയില്ലേ. പക്ഷേ കഴിഞ്ഞ തിങ്കളാഴ്ച കഴിഞ്ഞിട്ട് ചൊവ്വാഴ്ച ഷോ ഉണ്ടായില്ല. പിന്നെ അതിനുശേഷം ഈ തിങ്കളാഴ്ച ഞാൻ ഷോയ്ക്ക് വരുന്നത്. ശരിക്ക് നേരത്തെ ഉള്ള സമയങ്ങളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫാമിലി ഇവിടെയുള്ള സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഷോയിലൊക്കെ എൻ്റെ ഫാമിലീനെ അല്ലെങ്കിൽ പൊതുവെ ഈ ഭാര്യയെ പറ്റിയൊക്കെ നമ്മളെപ്പോഴും ഇങ്ങനെ ഇതായിട്ട് പറയുന്നതാണ്. അതായത് ചാക്കേർ ചെയ്യുമ്പോഴായാലും അല്ലാതെ ഒരു സഭയിലിരിക്കുമ്പോഴും നമ്മൾ പറയുമോ ഭാര്യ ഭയങ്കര കഷ്ടമാണ് അങ്ങനെയൊക്കെ പറയുന്ന ഒരാളാണ് ഞാൻ. അതിലൊരു സംശയമില്ല, അങ്ങനെ തന്നെ പറയുന്ന ഒരാളാണ്. ആക്ച്വലി എൻ്റെ ഫാമിലി നാട്ടിൽ പോയപ്പോൾ കഴിഞ്ഞ തിങ്കളാഴ്ച ടു ഈ തിങ്കളാഴ്ച എനിക്ക് ഒരു വർഷം എടുത്ത ഫീലായിരുന്നു. കാരണം ഭയങ്കര ബോറിംഗ് ആയിരുന്നു. നമ്മളെ പുറത്ത് പോകുമ്പോഴുള്ള നമ്മളെ മൊത്തത്തിലുള്ള ജീവിതത്തിൻ്റെ രീതി തന്നെ മാറിപ്പോയി. ആകെ മൊത്തം ഒരു താളം തെറ്റി. ആകെ എന്നും പറയണ്ട, ഈ പട്ടത്തിന് കയറ് ഒരു കയ്യിലുണ്ടെങ്കിൽ മാത്രമാണ് ആ പട്ടം കയറി പോകുള്ളൂ എന്ന് പറയുന്ന പോലെ ഞാൻ ആ നൂലില്ലാത്ത പട്ടം പോലെയായിട്ട് അവിടെ ഇവിടെയും തട്ടിത്തടഞ്ഞ് വീട്. അതുകൊണ്ട് ഞാൻ എല്ലാവരുടെ അടുത്തും പറയുന്നത്, നമ്മളിങ്ങനെ ഫാമിലീനെയൊക്കെ പറയും, പക്ഷെ എന്നാലും ഇവരുണ്ടായാൽ നമുക്ക് എന്തോ ഒരു വല്ലാത്തൊരു പ്രശ്നമുണ്ട്. എന്നാൽ പിന്നെ ഇവരില്ലെങ്കിൽ അതിനേക്കാളും വലിയ പ്രശ്നമാണ്. അങ്ങനെ എന്താണ് അതിൻ്റെ ഒരു ട്രിക്സ് എന്താണെന്ന് ഇതുവരെ എനിക്ക് മനസ്സിലായില്ല. ശരിക്കും അങ്ങനെയാണ്. നമുക്ക് ഫാമിലി ഉള്ളപ്പോഴും ഫാമിലി ഇല്ലാത്തപ്പോഴും രണ്ട് ടൈമും ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. ഫാമിലി ഇല്ലാതെ എനിക്ക് വളരെ കുറച്ച് കാലമേ ഞാൻ ഇവിടെ നിന്നിട്ടുള്ളൂ. ആ സമയത്ത് ഇപ്പം നിൽക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഈ ഒരു സമയത്ത് കുറേ കാലമായിട്ട് ഒരു 3-4 വർഷമായിട്ട് നമ്മളങ്ങനെ മാറി നിന്നിട്ടില്ല. ഇപ്പം 3-4 വർഷത്തിന് ശേഷം ഇപ്പം മാറി നിൽക്കുമ്പോൾ ഇത്രയും ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ എത്ര പേര് ഇപ്പോൾ വീട്ടിൽ തന്നെ ഫാമിലി ഉണ്ടായിട്ട് വൈഫ് നാട്ടിൽ പോയി ജസ്റ്റ് വീട്ടിലാണ് എന്ന രീതിയിലുള്ള എത്ര പേരുണ്ടോ അത്ര ആൾക്കാരെ ഞാൻ നോക്കുകയാണ്. ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചോളൂ, നമുക്ക് സംസാരിക്കാം.
അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് സംസാരിക്കാം. ഇത് ഇമിറ്റേഷൻ ആയിട്ടൊന്നും എടുക്കരുത്, ഇത് അല്ലാതെയുള്ളൊരു സംഭവമായിട്ട് മാത്രം എടുത്താൽ മതി. നിങ്ങൾ ഹസ്ബൻഡ്സ് വീട്ടിൽ ഒറ്റക്കാണ് എന്ന് വിചാരിച്ച് എന്നെ വിളിക്കരുത്. ഞാൻ തിരക്കാണ്, ഞാൻ എന്തെല്ലോ പരിപാടിയായിട്ട് മുന്നോട്ട് പോവാണ്. ഞാൻ ചെയ്തു തീർക്കാൻ കാര്യങ്ങൾ ഒരുപാടുണ്ട്. കാരണം ബാച്ചിലർ പാർട്ടികൾ തീരുന്നേ ഇല്ല. ബാച്ചിലർ പാർട്ടികളെല്ലാം ഇങ്ങനെ പെൻഡിങ് വെച്ച പലതും തീർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു തയ്യാറെടുപ്പിലാണ് ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിരഞ്ജനൊക്കെ എല്ലാ ദിവസവും ചോദിക്കണ്ടേ എപ്പോഴാ നമ്മളെ ഡേറ്റ്? ഞാൻ പറഞ്ഞ ഡേറ്റ് ആയിട്ടില്ല, സമയം എടുക്കും. ഹലോ, ആരാണ്? ഇത് ഇന്ദു ആണ്. ഹായ് ഇന്ദു, എന്താ വിശേഷം? സുഖം നന്നായി. ഇന്ദു നാട്ടിൽ പോയില്ലേ? ഇല്ല, പോയില്ല. പോകുന്നില്ലേ? ഇപ്പൊ പോകുന്നില്ല. ഇപ്രാവശ്യം പോകുന്നില്ല, അടുത്ത പ്രാവശ്യം പോകുന്നുള്ളൂ. അതെ അതെ. ഓക്കെ, ഏതാ അക്ഷരം എടുക്കുന്ന ഇന്ദു? എന്തോ? ഏതാ അക്ഷരം എടുക്കുന്നേ? അക്ഷരം സി ഒഴികെ പി വരെ, എ ടു പി വരെയാണ്. സി ഇല്ല, സി പോയി. അതിൻ്റെ അകത്തൊരു ഗെയിം ഉണ്ടാവും, ആ ഗെയിമാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. ഏതാണ് അക്ഷരം എടുക്കുന്നത്? പി എന്ന് എടുത്തു. അപ്പൊ അവസാനത്തെ അക്ഷരം എടുത്തിരിക്കുകയാണ്, പി എന്ന അക്ഷരം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. പി എന്ന അക്ഷരത്തിൽ ഏത് ഗെയിമാണുള്ളത് നമുക്കൊന്ന് നോക്കാം. നോക്കിയിട്ട് നമുക്ക് ആ ഗെയിമായിട്ട് ആ കാപ്പ എന്നുള്ളതാണ് ഇന്ദുവിന് വന്നിരിക്കുന്ന അക്ഷരം. ഗെയിം ആ കാപ്പ. ഈ 3 അക്ഷരങ്ങളിൽ ഒരക്ഷരം ഇന്ദുവിന് തിരഞ്ഞെടുക്കാം. അതെ, ആ കാപ്പ. ഈ തെരഞ്ഞെടുക്കുന്ന അക്ഷരം ഏതാണോ ആ അക്ഷരം പറയാൻ പാടില്ല. ഇപ്പൊ പ എന്ന അക്ഷരമാണെങ്കിൽ പാപ്പ പു പമ്പ ഇപ്പ പറയാൻ പാടില്ല. കായാണെങ്കിലും അതുപോലെ തന്നെ കാക്ക കീ കി കുക്കു ഖം ഖ ഇക്ക പറയാൻ പാടില്ല. അതേപോലെ ആയാണെങ്കിൽ ആ പറയാൻ പാടില്ല. ഏതെടുക്കുക? പായോ? തായ്. ആ കാപ്പ. തായില്ല. ആ കാപ്പ. തായാണോ? ആ കാപ്പ. അപ്പൊ രണ്ടാമത്തെ ക. റെഡി, ടൈം സ്റ്റാർട്ട് നൗ. അപ്പൊ അങ്ങനെ കാ എന്ന അക്ഷരം തിരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പൊ ഇനി അങ്ങോട്ട് സംസാരിക്കുമ്പോ എന്റെ അടുത്ത് ഇങ്ങോട്ട് പറയുന്ന സമയത്ത് ഏത് ലാംഗ്വേജ് വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷെ എന്നാലും കാ എന്ന അക്ഷരം പറയാൻ പാടില്ല. റെഡി? റെഡി. ഓക്കെ, ടൈം സ്റ്റാർട്ട് നൗ. ഹിന്ദു വർക്ക് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. എവിടെ വർക്ക് ചെയ്യുന്നത്? എന്തിലാ വർക്ക് ചെയ്യുന്നത്? എന്തായിട്ട് വർക്ക് ചെയ്യുന്നത്? ഞാൻ ദുബായിലാണ്. ദുബായിലാണ്. എന്തായിട്ട് വർക്ക് ചെയ്യുന്നു? ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ. ഫുഡ് ഡിസ്ട്രിബ്യൂഷന്റെ കമ്പനിയിലോ? അതെ. കമ്പനിയാണോ അതോ ഇത് റെസ്റ്റോറന്റ് ആണോ? ഇത് ഇത് പോയി ഔട്ടായി പോയില്ലേ? ഏതായാലും സന്തോഷം ഇന്ദു, വിളിച്ചാൽ സന്തോഷം. വീണ്ടും വിളിക്കാറ്റോബായ. അങ്ങനെ ഇന്ദു അങ്ങനെ വന്ന പോലെ ഔട്ടായി പോയിരുന്നു. ടാറ്റാ, താങ്ക് യു. അപ്പൊ അങ്ങനെ ഞാനിവിടെ ഇങ്ങനെ പട്ടിണി കിടക്കുന്ന സമയത്ത്, അതായത് കോൾസ് ഒക്കെ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കാരണം എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ പല ആളുകളും നാട്ടിലാണ്. അപ്പൊ നിങ്ങൾ വീട്ടിലിരുന്ന് ടി വി കണ്ടോണ്ടിരിക്കുകയാണ്. ടി വി കണ്ടോണ്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നത് ഇവൻ അങ്ങനെ ഇന്ന് വിളിക്കണ്ട എന്ന് വിചാരിച്ചിരിക്കുന്നതിന് പകരം വിളിച്ചാൽ നിങ്ങൾ ഫോൺ എടുത്ത് വിളിക്കുന്ന ഒരു കോൾ നാളെ ചരിത്രമാവും. നിങ്ങൾക്ക് വിളിക്കാണ്ടിരിക്കാം, സാധാരണ ദിവസം പോലെ ഇന്നത്തെ ദിവസം കടന്നു പോകും. പക്ഷെ നിങ്ങളൊരു കോൾ വിളിച്ചാൽ ചിലപ്പോൾ നിങ്ങൾ വിൻ ചെയ്താൽ, ഇനി വിൻ ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്നത് 2 മിനിറ്റത്തെ സന്തോഷം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് 2 മിനിറ്റത്തെ ദുഃഖം. അത് പറയൂ. ഹലോ. ഹലോ, ആരാ? അഫ്സലാണ്. അഫ്സൽ, ഫാമിലി ഇവിടെ ഉണ്ടോ? നാട്ടിൽ പോയോ? ഫാമിലി ഇവിടെ ഇല്ല. നാട്ടിൽ പോയി? നാട്ടിലാണ്. അതെ. അങ്ങനെയുള്ളവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഓൾറെഡി അവർ അവിടെ തന്നെ ആയതുകൊണ്ട് നിങ്ങൾക്ക് അത് ശീലമാണല്ലോ. വലിയ കുഴപ്പമില്ല. ഇവിടെ നിന്നിട്ട് നാട്ടിൽ പോയാലോ പ്രശ്നം. ഇവിടെ ഉണ്ടായിരുന്നോ നേരത്തെ? ഇല്ല, ഇവിടെ ഉണ്ടായിട്ടില്ല. അപ്പൊ നമുക്കൊരു അക്ഷരം എടുക്കാം, നോക്കാം നമുക്ക്. എടുക്കേ. ഏതാ അക്ഷരം? എച്ച്. എച്ച് എന്ന അക്ഷരം എടുക്കുന്നു. എന്തിലാ വർക്ക് ചെയ്യുന്നേ? ഞാൻ ഡ്രൈവറാണ്. അപ്പോ നമുക്ക് വന്നിരിക്കുന്ന കഥാപാത്രവും സിനിമയും അതായത് ഞാൻ 2 സിനിമയിലെ ഡയലോഗ് പറയും. ഒന്ന് പറഞ്ഞിട്ടായിരിക്കും അടുത്ത പറയുന്നുണ്ടാവുക. അപ്പൊ ആദ്യം പറയുന്ന ഡയലോഗ് പറയുന്ന സമയത്ത് ആ ഡയലോഗ് ഏത് സിനിമാ നടനാണ് പറഞ്ഞതെന്നും ഏത് സിനിമയിലെയാണെന്നും പറയണം. അതിനുശേഷം അടുത്തതും കൂടി പറഞ്ഞുതരും. ഓക്കെ, മനസ്സിലായില്ലേ? മനസ്സിലായി. ആദ്യത്തെ ചോദ്യം ഇതാണ്, അത് ഏത് സിനിമാ നടനാണ് ഏത് സിനിമയിലാണ് എന്ന് പറയണേ. ഒന്നാമത്തത്, നിനക്കെന്റെ മനസ്സിങ്ങനെ ഇത്രയും കൃത്യമായി മനസ്സിലാകുന്നു, നീ എന്താ എന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണോ? മോഹൻലാലാ? ഏതാ സിനിമ എന്നും കൂടി പറയണം. സിനിമ വന്ദനാണോന്ന് ചോദിക്കരുത്, ഏതെങ്കിലും ഒന്ന് ഉറപ്പിച്ച് പറയണം. വന്ദനം. മോഹൻലാൽ റൈറ്റ് ആൻസർ ആണ്. കറക്റ്റ് ആണ്. അടുത്തേക്കട്ടെ. വിശക്കണുവിന്റെ വീട് എവിടെയാ?
വിശക്കണു. അയ്യോ വിശക്കണു. ദിലീപ് അല്ലേ? ആ ഏ സിനിമ തെറ്റരുത്. കല്യാണരാമനാണോ? അടിയടാ അടിയടാ മ്യൂസിക് അടിയടാ മ്യൂസിക് വെക്കടാ. തെറ്റി തെറ്റി. നേരിക്കൊണ്ടൊരു കുഞ്ഞാടില് ബിജു മേനോട് ചോദിക്കുന്നതാണ്. വിശക്കണുവിന്റെ വീട് എവിടെയാന്ന് ചോദിക്കുന്നത്. അതെ അതെ, എനിക്ക് സന്തോഷമായിട്ടാ, ഒരുപാട് സന്തോഷമായി. ഇതാണ് നമ്മൾ പറഞ്ഞില്ലേ 2 മിനിറ്റ് നേരം കൊണ്ട് ഒരാളെ സന്തോഷിപ്പിക്കാം. ഇപ്പൊ എന്നെ സന്തോഷിപ്പിച്ചില്ലേ നിങ്ങൾ ചിരിച്ചില്ലേ കുറച്ച് സമയം? അത്രേ ഉള്ളൂ അത്രേ നമ്മൾ പ്രതീക്ഷിക്കുള്ളൂ. 1 മണിക്കൂർ നേരം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ചിലപ്പോ എന്നെ കാണുമ്പോൾ എന്തോ പോലെയൊക്കെ തോന്നിക്കോട്ടെ. എന്നെന്താ, നിങ്ങൾക്ക് ചിരിക്കാൻ പറ്റുന്നുണ്ടോ? അത് ചിരിച്ചാൽ മതിയല്ലോ നമുക്ക്. ഹലോ ഹലോ നമസ്കാരം, ആരാ? ഞാൻ ദുർഗാപ്രസാദ്. ദുർഗാപ്രസാദ്, അത് പിന്നെ പെണ്ണുങ്ങളുടെ പേരല്ലേ ദുർഗ? ദുർഗ എന്നുള്ളത് പെണ്ണിന്റെ പേരാണ്. ആ പിന്നെ പ്രസാദും കൂടി ആകുമ്പോൾ ആണിന്റെ പേരാണ്. അപ്പൊ പിന്നെ പ്രസാദ് ദുർഗ അല്ല, ദുർഗാപ്രസാദ് എന്നുള്ള ഫുൾ നെയിം വരുമ്പോ ശരിക്കും ആണുങ്ങളെ പേരാ അല്ലേ? യെസ്. ദുർഗാപ്രസാദ് ആദ്യമായിട്ട് വിളിക്കാം അല്ലേ? ആ കളിക്കളത്തിലോട്ടൊക്കെ ആദ്യമായിട്ട് വിളിക്കാം. വെരി ഗുഡ്. ഞാൻ ആദ്യമായിട്ട് ഈ ഒരു പേര് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ആദ്യമായിട്ട് വിളിക്കുകയാണല്ലേ. അപ്പൊ ഈ പിന്നിൽ കാണുന്ന അക്ഷരങ്ങളിൽ ഓരോ ഗെയിമുകളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അതേത് ഗെയിമാണെന്ന് നോക്കുന്നു, ആ ഗെയിം കളിക്കുന്നു. ഓക്കെ. ഏതാണ് അക്ഷരം? എ ബി ഡി ഇ എഫ് ജി. ബി. ഓപ്ഷൻ ബി എടുത്തിരിക്കുന്നു. ദുർഗാപ്രസാദ് ചേട്ടൻ എവിടെയാ? നാട്ടിലെവിടെയാ? ഞാൻ കാസർഗോഡ്. കാസർഗോഡ് എവിടെ? ഉദുമ എന്ന് പറയും. ഉദുമ അറിയാം. ഉദുമ നിങ്ങൾക്ക് അസോസിയേഷൻ ഉണ്ടല്ലോ ഇവിടെ? ഒരുപാട് അസോസിയേഷൻ. ഉദുമേന്റെ മാത്രം ഉണ്ടല്ലോ ഒരു അസോസിയേഷൻ, ഉദുമ NRA അസോസിയേഷൻ. ആ ഞാൻ അതിൽ ചാക്കേറിയാ വന്നിട്ടുണ്ട് കുറെ കൊല്ലം. ഞാൻ നിങ്ങളെ മിനിയാന്ന് ഒരു പരിപാടിയിൽ കണ്ടായിരുന്നു. ഞാൻ മറ്റേ മ്യൂസിക്കിന് ഡാൻസ് കളിച്ച് കണ്ടിട്ടുണ്ടാവും. നല്ല പരിപാടിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ പരിപാടി. താങ്ക് യു വെരി മച്ച്, ഒരുപാട് സന്തോഷം. കേൾക്കുന്നുണ്ടാവോ ഇത്? നിരഞ്ജനൊക്കെ നിരഞ്ജ കേട്ടാ? ചാക്യാർ ഇഷ്ടപ്പെട്ടെന്ന്. നിനക്കൊക്കെയാണ് ഒരു വിലയില്ലാത്തത്, നാട്ടുകാർ അങ്ങനെയല്ല. അല്ല, അത് അത്രയും ഒരു ഹോളിനകത്ത് എനിക്ക് തോന്നുന്നു അന്ന് എന്തായാലും ഒരു 500-ലധികം ആൾക്കാരുണ്ട്. അപ്പൊ അത്രയും ആൾക്കാർ കയ്യിലെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അല്ല, അത് കേട്ട് പഠിക്ക്. ഇത്രയും ആൾക്കാരുണ്ടാവും. അതല്ല, ഇത് നമ്മൾ പഠിച്ചിട്ട് വരുന്നല്ലോ, എന്താണ് സിറ്റുവേഷൻ അനുസരിച്ച് ചെയ്യുന്നതാണ്. അതെ അതെ, സത്യമായിട്ട് ഒന്ന് പഠിച്ച് സ്ക്രിപ്റ്റഡ് ആയിട്ട് ചെയ്യാം. അല്ല, ആക്ച്വലി ജാസി ഗിഫ്റ്റായിട്ട് ഞാൻ ഒരു ചെറിയ സംസാരം ഉണ്ടായിരുന്നു. പക്ഷെ ജാസി ഗിഫ്റ്റിനോട് ഞാൻ അതിന് മുമ്പ് സംസാരിച്ചിട്ടേ ഇല്ല. പല ആൾക്കാരും എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, നിങ്ങൾ ജാസി ഗിഫ്റ്റിനോട് നേരത്തെ പ്ലാൻ ചെയ്താണോ? ഒരിക്കലും അല്ല കേട്ടോ. ജാസി ഗിഫ്റ്റ് ആ സമയത്ത് മൈക്കെടുത്തിട്ട് അതിനകത്തേക്ക് വന്നാണ് ഞാൻ വിളിച്ചപ്പോ. അത് അദ്ദേഹത്തിന്റെ വലിയ മനസ്സ്. എന്തായാലും നമുക്കിപ്പോ വന്നിരിക്കുന്നത് അന്താക്ഷരിയാണ്. അപ്പൊ പാട്ടുപാടി മരിക്കാം. അന്താക്ഷരിയാണല്ലേ? ആ ഓക്കെ. അപ്പൊ തുടങ്ങിക്കോ അവിടുന്ന്. ഞാനാണ് ഫസ്റ്റ് പാടുന്നത്. ആ നിങ്ങൾ തുടങ്ങിക്കോ. നമ്മളങ്ങനെ എല്ലാവർക്കും ചാൻസ് കൊടുക്കും. സിനിമയിൽ പാടാനോ പറ്റുന്നില്ല, നമുക്ക് ടിവിയിലെങ്കിലും പാടാന്ന്. പാട്ട് വരും, ഞാൻ വരുമ്പോലെ പാട്. ആ ഒരു ദളം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി മുന്നിൽ വന്നു. മുന്നിൽ വന്നു. അപ്പോ മുന്നിൽ വന്നു. അപ്പോ നിൽപ്പു, മുന്നിൽ നിൽപ്പു. അപ്പോ നമുക്ക് മുന്നിൽ നിൽപ്പു ഒറ്റ വാക്കായിട്ട് മാ എടുക്കാം അല്ലെ? മാനസേശ്വരി മാപ്പു തരൂ മറക്കാൻ. മാ വീണ്ടും മാപ്പ് തരൂ. ആണ് മാപ്പ് തരൂ. മറക്കാൻ എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിച്ചത് വേണ്ട. മാപ്പ് തരൂ. അയ്യോ എനിക്ക് ബാക്കി ലിറിക്സ് ഓർമ്മ. കുഴപ്പമില്ല, അവിടെ നിർത്തിയ ആശ്രയിങ് തന്നാ മതി, കുഴപ്പമില്ല. താനേ പൂവിട്ട മോഹം. വീണ്ടും മഞ്ഞു പെയ്യണ മനം കുളിരണ മകരമാസ പെണ്ണേ കുഞ്ഞു നെഞ്ചിലെ. മഞ്ഞു പെയ്യണ മനം കുളിരണ മകരമാസ പെണ്ണേ. പെണ്ണേ പാ. കണ്ടോ, ഞാനും നിങ്ങളെ പോലെ തന്നെ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ആ ദുർഗാപ്രസാദാണ് അപ്പുറത്ത്. അമ്പിളി പൂന്തോണി. അതന്നെ. തുഴയാതെ തുഴയുകയാ വിഹാര നക്ഷത്രം. നിനക്കെന്റെ മനസ്സിലെ മലരിട്ട വസന്തത്തിൻ മഴവില്ലു മെനഞ്ഞു തരാം. വീണ്ടും
സമയം കഴിഞ്ഞേട്ടാ. തങ്കത്തിങ്കൾ മതി, തങ്കത്തിങ്കളിന് മുമ്പേ സമയം കഴിഞ്ഞ്. അത് കഴിഞ്ഞ സമയം കഴിഞ്ഞ്, കുഴപ്പമില്ല. അടുത്ത പ്രാവശ്യം ശരിയാക്കാം. എന്തായാലും ഒരുപാട് സന്തോഷം കേട്ടാ. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഇനി ഇത്തരത്തിലുള്ള പ്രോഗ്രാംസ് എവിടെയെങ്കിലും വെച്ച് കേരെ കാണുകയാണ് ഒന്ന് വന്ന് മിണ്ടണം കേട്ടോ. എനിക്ക് നിങ്ങളെ കണ്ടാൽ അറിയില്ല, നിങ്ങൾക്ക് എന്നെ കണ്ടാൽ അറിയും എന്ന് തോന്നുന്നവരൊന്ന് വന്ന് മിണ്ടിയാൽ വലിയ സന്തോഷം. ഹലോ ഹലോ, ആരാ? ഐറീൻ. ഐറിൻ എന്ത് ചെയ്യുന്നു? ഐറിൻ ഞാൻ IT എഞ്ചിനീയർ. വെരി ഗുഡ്. IT എഞ്ചിനീയർ ആയിട്ട് എവിടെ വർക്ക് ചെയ്യുന്നത്? ദുബായ്, ഷാർജ, അബുദാബി? ദുബായില്. ഓക്കെ. ഐറിൻ എവിടെ നാട്ടില്? ഞാൻ നാട്ടില് മൂവാറ്റുപുഴ. മൂവാറ്റുപുഴ എറണാകുളം ജില്ല അല്ലേ? യെസ്. അപ്പൊ ഏതാ അക്ഷരം? എ എന്ന അക്ഷരം എടുക്കുന്നു. ഐറിൻ കല്യാണമൊക്കെ കഴിഞ്ഞോ? ഇല്ല. എന്താ ചിരിക്കണേ? കല്യാണം ഞാൻ കോളേജ് കഴിഞ്ഞിട്ട് 1 വർഷമേ ആയിട്ടുള്ളൂ. അങ്ങനെ അതുകൊണ്ടാ കഴിക്കാത്ത? അതുകൊണ്ടാ കഴിക്കാത്ത? കോളേജ് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ് കല്യാണം കഴിച്ചു? അത്രയ്ക്കും പ്രായമൊന്നുമില്ല എനിക്ക്. എന്റെ ഭാര്യ ഞാൻ കല്യാണം കഴിക്കുമ്പോൾ അവൾക്ക് 19 വയസ്സായിരുന്നു. പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു അവള് BA സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ ഞാൻ പെണ്ണ് കാണാൻ പോകുന്നത് ഒരു വ്യാഴാഴ്ച ദിവസം പെണ്ണ് കാണാൻ പോകുന്നു. ഒരു ശനിയാഴ്ച ദിവസം എൻഗേജ്മെന്റ്. വ്യാഴാഴ്ച കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച അവള് ലീവ് എടുക്കുന്നു. ആദ്യമായിട്ട് സാരി ഉടുക്കാൻ ബ്ലൗസ് തയ്ക്കുന്നു. അതുകൊണ്ട് കോളേജിൽ പോയില്ല. അതിനുശേഷം ശനിയാഴ്ച അവളെ എൻഗേജ്മെന്റ് കഴിഞ്ഞ് ഞായറാഴ്ച നമ്മൾ രണ്ടുപേരും കൂടി വിസ്മയ എന്ന് പറയുന്ന അന്ന് പറശ്ശിനിക്കടവിലുള്ള പുതിയ അമ്യൂസ്മെന്റ് തീം പാർക്കിൽ പോകുന്നു. നമ്മൾ കറങ്ങുന്നു. ഞാൻ തിങ്കളാഴ്ച രാവിലെ ദുബായിലേക്ക് തിരിച്ചു വരുന്നു. അവള് തിങ്കളാഴ്ച കോളേജിൽ പോകുന്ന സമയത്ത് പുതിയൊരു മോതിരം ഇട്ടിട്ട് പോകുന്നു. കല്യാണം കഴിയാൻ വേണ്ടി എൻഗേജ്മെന്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് പോകുന്നു. ഇങ്ങനെയായിരുന്നു. അവളെ സെക്കൻഡ് ഇയർ ഏകദേശം പകുതിയാവുമ്പോൾ ഞാൻ കല്യാണം കഴിക്കുന്നു. അതിനുശേഷം 6 മാസം കഴിഞ്ഞിട്ട് ഇവിടത്തേക്ക് വരുന്നു. ഇങ്ങനെ അതുകൊണ്ട് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് 18 വയസ്സ് കഴിഞ്ഞാൽ മതി എന്നല്ലേ ഉള്ളൂ. അത് പണ്ടത്തെ കാലത്ത്. പണ്ട് എന്ന് പറഞ്ഞാൽ എനിക്കധികം വയസ്സൊന്നുമില്ല. ഓക്കെ, മലയാളത്തിൽ മാത്രം സംസാരിക്കാം. സ്റ്റാർട്ട് ചെയ്യാം. റെഡി, ടൈം സ്റ്റാർട്ട് നൗ. അങ്ങനെ പണ്ടത്തെ കാലത്ത് മാത്രമേ അങ്ങനെ പെട്ടെന്ന് കല്യാണം കഴിച്ചു വിടുന്നുണ്ടോ? അങ്ങനെയുണ്ട്. എന്തിനാ? അത് അങ്ങനെ ഒരു നിയമമൊന്നുമില്ലല്ലോ. എവിടെയാ പഠിച്ചത്? ഇവിടെയാണോ നാട്ടിലാണോ? ഇവിടെ ജനിച്ച് വളർന്ന് പഠിച്ചതാണ് അല്ലേ? ഓക്കെ. അപ്പൊ പപ്പ എവിടെ വർക്ക് ചെയ്യുന്നത്? അപ്പൻ ഒരു നിങ്ങളെന്താണ് ഉമ്മ അവിടുന്ന് വെറുതെ പറയ്. അപ്പനൊരു ഇങ്ങനെ സാധനങ്ങളൊക്കെ ശരിയാക്കുന്ന ഒരു പണിയാണ്. എന്തിന്റെ പണി? എന്ത് കമ്പനി? ഒരു വരയ്ക്കലാണ് പണി. വർക്കയിലാണ്. അപ്പൊ വരയ്ക്കലാണ് പണി. ചിത്രം വരെയാണ്? കലാകാരനാണോ? ഡ്രാഫ്റ്റിംഗ് എഞ്ചിനീയർ ആണ്? ഡ്രാഫ്റ്റ്മാൻ ആണ്? ഡ്രാഫ്റ്റിംഗ് എഞ്ചിനീയർ ആണ്. അപ്പൊ എന്താണ്? സിവിലാ, മെക്കാനിക്കലാ, അതോ ഇലക്ട്രിക്കൽ? എന്താണ് ആദ്യം പറഞ്ഞ കാര്യം? സിവിലാണ്. അപ്പൊ നാട്ടിലെ പുള്ളിക്കാരൻ ചെയ്ത വീടുകളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടോ? ഇത് ഞാൻ വരച്ച് എടുത്ത വീടാണ്. ഞങ്ങളുടെ വീട് ചെയ്തത് അപ്പയാണ്. അച്ഛനാണ് ചെയ്തത്. അടിപൊളി. അമ്മ വർക്ക് ചെയ്യുന്നില്ല? അമ്മയും ചെയ്യുന്നുണ്ട്. എന്ത് വർക്ക്? ആൾക്കാരെ ശരിയാക്കുന്നത്. ഭയങ്കര മടിയെടുത്തിട്ട് നീ നേരെ അതൊക്കെയാണ്. അമ്മ എന്ത് ടൈപ്പ് ശരിയാക്കലാണ്? ഓ, നേഴ്സാണ്. ഞാൻ വേറെ വഴിക്ക് പോയി. അമ്മന് ആൾക്കാരെ ശരിയാക്കുന്നതെന്ന് പറഞ്ഞപ്പോ അപ്പൊ അനിയനും ചേട്ടനൊന്നുമില്ലേ? അനിയനും ഉണ്ട്, അനിയത്തിയുണ്ട്. അനിയൻ എന്താ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 10th. 10ാം ക്ലാസ്സിൽ ഇവിടെ തന്നെ പഠിക്കാന്നോ? ഇവിടെ തന്നെ. ഏത് സ്കൂളില്? സൂര്യൻ ഉദിക്കുന്ന വിദ്യാലയം. സൺറൈസ് അല്ലേ? അവിടെ TV ഓൺ ആണെന്ന് തോന്നുന്നു. TV ഒക്കെ ഓൺ ആണല്ലേ? TV കാണുന്നുണ്ടോ അവര്? അവര് അവിടുന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? അവര് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? അത്രക്കില്ല. ഇല്ല. ജയിച്ച് ഇന്നത്തെ ദിവസം ആരും ജയിച്ചിട്ടില്ല. ഐറിൻ ജയിച്ചിട്ടുണ്ട്. ഇന്നത്തെ ദിവസം ആദ്യമായിട്ട് ഒരാൾ ജയിച്ചു. എന്നാലും അടിപൊളിയായിട്ടുള്ള വിജയം തന്നെയായിരുന്നു. ഗംഭീരമായിട്ട് മത്സരിച്ചു. ഒരുവിധം മലയാളം വാക്കുകളൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ പഠിച്ച കുട്ടി എന്ന് പറയുമ്പോൾ എന്തായാലും മലയാളം ഇത്രയും വാക്കുകളൊന്നും അറിയാൻ സാധ്യതയില്ല. എന്റെ മോള് ഇപ്പോഴും 99 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 99 എന്ന് പറഞ്ഞാൽ എത്രയാന്ന് ചോദിക്കുന്ന മോളാണ്. അത് ഇവിടുത്തെ ഒരു പ്രശ്നമാണ്. 1986 എന്ന് പറഞ്ഞാൽ എത്രയാണെന്നറിയോ? എത്രയാ? മറ്റേ ഭാഷ പറയാമോ? മലയാളത്തിൽ കഴിഞ്ഞു, ജയിച്ചു. 1986. 1986. അപ്പൊ ഇതൊക്കെ 86. ഓക്കെ. അപ്പൊ ഇപ്പൊ ശരിയായി. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. കാരണം ഞാൻ പറഞ്ഞില്ല, എന്റെ മോക്ക് പോലും അങ്ങനെ കിട്ടുന്നില്ല. 6ാം ക്ലാസ് ആയിട്ടുള്ളൂ. ഇപ്പൊ തന്നെ ഇങ്ങനെയാണ്. ഞാൻ എന്ത് ചെയ്യുന്നു? വീട്ടില് മലയാളം പറയണേ. അപ്പൊ നമ്മളെ വീട്ടില് മലയാളമേ ഉള്ളൂ. ഭാര്യക്ക് വേറൊന്നും അറിയില്ല. എനിക്ക്. ഓക്കെ, താങ്ക് യു ഐറിൻ.
ഐറിഷ് എന്നുള്ള പേരെന്തോ വന്ന് എന്താ അങ്ങനെ വന്ന് ഐറിൻ IT എഞ്ചിനീയറാണ്. നല്ല എന്താ പറയുക, ഒരു ഭയങ്കര രസമുള്ള ഫാമിലി അല്ലേ. അവരിങ്ങനെ എല്ലാവരും ഒരുമിച്ച് ആ കോൾ ചെയ്യുന്ന സമയത്ത് ഓരോരാളും ചിരിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ അവർ ഭയങ്കര ഐക്യമുള്ളൊരു ഫാമിലി ആയിരിക്കും. പൊതുവേ നാട്ടിലുള്ള ഒരു ഫാമിലീസിനെ അപേക്ഷിച്ച് പ്രവാസികളായിട്ടുള്ള ഫാമിലീസ് കുറച്ച് കൂടുതൽ നമ്മൾ ഫാമിലി അറ്റാച്ച്ഡ് ആയിരിക്കുമെന്ന് എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും. അച്ഛൻ അമ്മ മക്കൾ മാത്രമായിട്ടുള്ള അണുകുടുംബം ആയിരിക്കുള്ളൂ ഗൾഫിലുണ്ടാവുക. പക്ഷേ ഈ പറയുന്ന 4 പേര്, അച്ഛൻ അമ്മ 2 മക്കളാണ് 2 മക്കൾ, 3 മക്കളാണ് 3 മക്കൾ, ഈ പറയുന്ന 4-5 ആൾക്കാർ ഭയങ്കര കട്ട ഫ്രണ്ട്സ് ആയിരിക്കും. കാരണം ഇവർ ആ ഒരു ഫ്ലാറ്റിനകത്താണെങ്കിലും വില്ലക്കകത്താണെങ്കിലും ഭയങ്കര കട്ട ഫ്രണ്ട്സ് ആയിരിക്കും. എനിക്കറിയാവുന്ന ഒരു 99% ഫാമിലീസിൻ്റെ അവസ്ഥ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ അത് എനിക്ക് എന്തോ അതുകൊണ്ട് മാത്രം തന്നെ എനിക്ക് പ്രവാസികളായിട്ടുള്ള ഫാമിലീസിന് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇവിടുത്തെ കുട്ടികളെ കണ്ടിട്ടുണ്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഇവിടെയുള്ള ഇപ്പം ബാച്ചിലേഴ്സ് ആയിട്ട് താമസിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഇവിടുത്തെ കുട്ടികളും നാട്ടിലെ കുട്ടികളും തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് നാട്ടിലെ കുട്ടികൾ ഇനിയിപ്പോൾ കുറച്ച് ഒരു ഏജ് കഴിയുമ്പോൾ, ഒരു 6ാം ക്ലാസ് ഒക്കെ കഴിയുമ്പോൾ അവർ നല്ല പിന്നെ കുറച്ചും കൂടിയൊക്കെ മര്യാദയുള്ള, കുറച്ചും കൂടിയൊക്കെ നമ്മളോട് നല്ല രീതിയിലൊക്കെ പെരുമാറുന്ന, അങ്ങനെ നമ്മൾ പേരൻസിൻ്റെ കയ്യിലിരിക്കുന്ന സംഭവമാണ്. പക്ഷെ എന്നാൽ പോലും കുറച്ച് കൂടുതൽ നമ്മൾ ബഹുമാനം കൂടുതൽ കൊടുക്കുന്ന ഒരു കുട്ടികൾ പ്രവാസ ലോകത്താണ് എന്ന് എനിക്ക് തോന്നാറുണ്ട്. എൻ്റെ മാത്രം അഭിപ്രായമാണ്. കാരണം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, കുറച്ച് ഏജ് ഡിഫറൻറ്റ് ഉള്ളവരൊക്കെ അവർ അങ്കിളെ എന്ന് വിളിച്ച്, അല്ലെങ്കിൽ അവർ ശരിക്കും ആ ഒരു വല്ലാത്ത സ്നേഹത്തിൽ പെരുമാറുന്ന എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഹലോ ഹലോ, ആ ശശിയേട്ടനാ? ആ ശശിയേട്ടാ, അക്ഷരം ഏതാ? അക്ഷരം ഓ. ഓ ഓ ഓ കാണുന്നില്ല, ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. ഓ എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. രഞ്ജിലേ, ഓ ഓണാക്കടാ. ആ അന്താക്ഷരി പാടുപോനെ. എത്ര പാട്ടല്ല, അന്താക്ഷരിയാ, അങ്ങോട്ടും ഇങ്ങോട്ടും പാടല്. ആ പാട് തുടങ്ങ്, നിങ്ങളാ. പാടാം നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമഗീതം. എന്റെ മുഖത്ത് നോക്കിട്ട് പറയുന്ന ഗീതം ഗാ ഗംഗയാരശ ഗണപതി ബപ്പ ഗണപതി ബപ്പ മോറിയ മംഗളമൂർത്തി മോറിയ. അല്ല, സിനിമയിലുണ്ട് മോറിയ മാ. അത് ഇപ്പൊ നമുക്ക് സിനിമയിലുള്ള പാട്ട് പാടാം. പാടിക്കോ. മാ മാനേ മാനേ വിളി കേൾക്കൂ വിളി കേൾക്കൂ. കായ കൺ കൺ കാട്ടിലെ പാൽമൂലം തണ്ടിൽ നിന്നും പാട്ടിന്റെ പാലാഴി തീർത്തവളേ താ തങ്കവസ്ത്ര കുറിയിട്ട തമ്പുരാട്ടി നിന്റെ തിങ്കൾ നുഴമ്പെന്ന് മുടക്കും ഞാൻ ഞാനൊരു പാട്ടു പാടാം, കുഞ്ഞുമണി വീണമീട്ടാം, പാട്ടു കേട്ടു പൂവാലാട്ടാം. നിരഞ്ജൻ ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. പഞ്ചതന്ത്രം കഥയിലെ പഞ്ചവർണ്ണ കുടിലിലെ കുടിലില്ലേ കാക്കത്തമ്പുരാട്ടി കറുത്ത മണവാട്ടി കൂടെ കൂക്കാ. ആ ഞാൻ ഈ കറുത്ത പെണ്ണയൊക്കെ അറിയാം, ഞാൻ പാടായിട്ട് അത് പാടാൻ പറ്റൂല ഇനി ഇപ്പൊ നിങ്ങൾക്ക്. കറുത്ത പെണ്ണെ മണക്കുന്നല്ലോ കാറ്റേ നീ വരുമ്പോൾ വാ. സമയം കഴിഞ്ഞല്ല. ആരെ നിങ്ങളെ സമയം കഴിഞ്ഞിട്ടില്ല, എന്റെ സമയം കഴിഞ്ഞില്ല, നിങ്ങളെ സമയം കഴിഞ്ഞു. ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ശ്രദ്ധിച്ച ആരെന്തിനാ സമയം കഴിഞ്ഞേ? ഇപ്പോഴാ സമയം കഴിഞ്ഞ, അതുകൊണ്ട് ഞാൻ തോറ്റായിട്ട് പ്രഖ്യാപിക്കുന്നു. നിങ്ങൾ ജയിച്ചിട്ടുണ്ട്. താങ്ക് യു. വിളിച്ചതിൽ സന്തോഷം അറിയിക്കുന്നു. ശരി, ഇത് കളിച്ച് പാട്ട് പാടാനും പഠിച്ചു. ഇനിയിപ്പോ അതാണ് നമ്മളെ ലക്ഷ്യം. ഇനി എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ കല്യാണത്തിന്റെ തലേന്നൊക്കെ പോയി കഴിഞ്ഞാൽ മൈക്കെടുത്ത് അങ്ങ് പാടണം. കളിക്കളം പേരൊക്കെ അങ്ങനെയായിരിക്കും. കളിക്കളം സിംഗർ ശശീന്ദ്രൻ.
കളിക്കളം ഫെയിം ശശീന്ദ്രൻ ആലപിക്കുന്ന ഒരു ഗംഭീര പാട്ട്. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാം ഇറങ്ങിപ്പോ ഭക്ഷണം ലാവാ. ഭക്ഷണം കഴിഞ്ഞിട്ടേ പാടാവൂ, ഈ ആൾക്കാർ ഭക്ഷണം ബാക്കിയായി പോവും. സന്തോഷം ചേച്ചേട്ടാ, ഒരുപാട് സന്തോഷം. നമുക്ക് അടുത്ത ആളിലേക്ക് പോയി നോക്കാം. ഞാൻ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? പ്രവാസികളുടെ ഫാമിലി ലൈഫ്. ഹലോ, ഒരു കോൾ ഉണ്ടായിരുന്നു, അത് കട്ടായ സൗണ്ടാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ടൂ 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 ടൂ. അപ്പോൾ അങ്ങനെ പല ആളുകളും പലപ്പോഴും അവിടെ ഇവിടെയൊക്കെ വരുന്ന സമയത്ത് കാണുമ്പോൾ ചോദിക്കാറുണ്ട്, സനീഷ് ചാക്യാർ, വാട്ട് ഈസ് ദാറ്റ് ചാക്യാർ എന്നുള്ള പേര്. ഞാൻ ചാക്യാർ കൂത്ത് പഠിച്ചാണ്. ചാക്യാർ കൂത്ത് പഠിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂർ മജാക്ക് എന്ന് പറയുന്ന ഒരു മിമിക്സ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു കണ്ണൂർ, പുതിയ തെരു എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പം ഞാൻ എൻ്റെ അച്ഛൻ്റെ അനിയത്തിയുടെ വീട്ടിൻ്റെ താമസമാണ് പുതിയ തെരു എന്ന്, അങ്ങോട്ട് കണ്ണാടിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത്. യെസ്, ഞാൻ അതിനെക്കുറിച്ചും കൂടി പറയണം. കണ്ണാടിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലമായിട്ട് എനിക്കൊരു വലിയ ബന്ധമുണ്ട്. കണ്ണാടിപ്പറമ്പ് എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ വീട് സ്ഥിതി ചെയ്യുന്ന കണ്ണാടിപ്പറമ്പാണ്. ചേലേരി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്, ഒരു ഗ്രാമപ്രദേശമാണ്. ചേലേരി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഞാനെ പറ്റി പറഞ്ഞുതരാം ഈ കോളിന് ശേഷം. കോളിന് മുമ്പ് ഞാൻ ഇത് പറയാം. ഹലോ ഹലോ, ആരാ? ഷെമി. ആ, ഷെമിത. ആ, പറ, ഏതാ അക്ഷരം? അക്ഷരം എൽ. യെസ്, എൽ. എൽ അങ്ങനെ ഒറ്റക്ക് നിൽക്കുകയാണ്, അതിന് സങ്കടം വരണ്ട. അതുകൊണ്ട് എൽ ഓപ്പൺ ആക്കി വന്നപ്പോൾ വന്നിരിക്കുന്നത് പാട്ടുമാല. പാട്ടുമാല എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് വരുന്നു, പാടുന്നു, അടുത്ത വാക്ക് വരുന്നു, പാടുന്നു, അടുത്ത വാക്ക് വരുന്നു, അങ്ങനെ 7 പാട്ട്. ഓ, റെഡി ആയിട്ട് വന്നിരിക്കുക ഷെമി ചേച്ചി പാട്ട് പാടാനായിട്ട്. സെറ്റാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് വാക്ക് നിരഞ്ജന് കൊടുക്കാം. നിരഞ്ജ, ഫസ്റ്റ് വാക്ക്. നിരഞ്ജൻ, വാക്കുതാ. അത് പെട്ടെന്ന് കിട്ടുന്നു, പെട്ടെന്ന് കിട്ടും. വല. വല വല വല. വലയാണോ വളയാണോ? വല. തളിർവലയോ താമര വളയോ താമര. താലിപ്പൊൻവലയോ. ക്ഷമി ചേച്ചി, താലി പോലും, താലി താലി താലി. താലിപ്പൂ പീലിപ്പൂ താലം പൂടി. അതില് താലി ഇല്ല, താലി വേണം. താലി വന്നില്ലല്ലോ. താലിപ്പൂ. താലിപ്പൂ. ആ, എന്നാ പിന്നെ എന്നാ താഴമ്പൂ. താഴമ്പൂ മണമുള്ള തണുപ്പുള്ള രാത്രിയിൽ. തണുപ്പ്. 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 എവിടെയെങ്കിലും വന്നാ മതി, എന്നെ ഒന്ന് രക്ഷിക്കും. തണുത്ത, തണുപ്പുള്ള, തണുപ്പിക്കുന്ന, തണുക്കാൻ. പാട്. അതിനെന്താ? കായൽ കരയിൽ തനിച്ചും കാണാൻ. അതില്ലല്ലേ, എനിക്ക് കിട്ടുന്നില്ല, തണുപ്പ് കിട്ടുന്നില്ല. കിട്ടുന്നില്ല. അടുത്ത വേർഡ് കൊടുക്കാൻ പറഞ്ഞു. അടുത്ത വേർഡ് ഞാൻ ഇപ്പൊ ഇതിനകത്ത് രാത്രി. രാത്രി. ആ, 4. ഒരു രാത്രി കൂടി ഒരു രാത്രി. ഒരു 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 വട്ടം കൂടി എന്നോർമ്മകൾ നീ. അത് ഓർമ്മ. ഓർമ്മ. ഓർമ്മതൻ വാസന്ത നന്ദനത്തോപ്പിൽ ഒരു പുഷ്പം മാത്രം. പുഷ്പം. ഓക്കെ, എന്തായാലും 7 പാട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എന്തായാലും അടിപൊളിയായിരുന്നു. നിങ്ങൾ പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഇല്ല, ഒന്നുമില്ല. അതെ, പക്ഷെ നന്നായിട്ട് പാടുന്നുണ്ട്. എന്തായാലും ഗംഭീരമായിട്ട് പാടുന്നു. താങ്ക് യു. ഞാൻ രക്ഷപ്പെട്ടത് ഇപ്പോഴാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞുതരാം നിങ്ങൾക്ക്. അതിന് വേണ്ടിയിട്ട് ഒരു ബ്രേക്ക് പോയിട്ട് തിരിച്ചു വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. എൻ്റെ ഒരു 2-3 വയസ്സിലൊക്കെയാണ് ഞാൻ കണ്ണാടിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ ജീവിച്ചിരുന്നത്, താമസിച്ചിരുന്നത്. കനാലുണ്ട്, ഒരു വലിയ കനാലുണ്ട്. ആ കനാല് ചിറ എന്ന് പറയും, കായ്ച്ചിറ എന്ന് പറയുന്ന സ്ഥലം, ഇതെല്ലാം ഉള്ള ഒരു സ്ഥലമാണ് കണ്ണാടിപ്പറമ്പ്. ഞാൻ
വൈദ്യര് കണ്ടി എന്ന് പറയുന്ന സ്ഥലത്ത് ബസ് ഇറങ്ങിയിട്ട് എൻ്റെ ഓർമ്മയിൽ അച്ഛൻ്റെ വീട്ടിൽ പോയതൊക്കെ പിന്നീടും പോയിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ ഒരു വയലിലൂടെ പോയിട്ടാണ് ഈ കായ്ച്ചിറയിലേക്ക് വരുന്നത്. അന്ന് കായ്ച്ചിറ വരെ ബസ് പോവില്ല, അങ്ങ് കറങ്ങി വരണം. ചില ബസ്സുകൾ മാത്രമേ പോകുള്ളൂ. അപ്പോൾ കണ്ണാടിപ്പറമ്പ് ശിവക്ഷേത്രത്തിൽ വെച്ചാണ് എൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞിരുന്നത്. അപ്പോൾ അവിടെ അതിൻ്റെ വിഗ്രഹമൊക്കെ കട്ടുകൊണ്ട് പോയി, അങ്ങനെ എന്തെല്ലോ കഥകളൊക്കെ വേറെയുണ്ട്. അതിന് പുറമെ ഈ കണ്ണാടിപ്പറമ്പിലെ കല്യാണാലോചന എന്ന് പറഞ്ഞൊരു സിനിമ യൂട്യൂബിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കണ്ണാടിപ്പറമ്പിലെ എന്നുള്ളത് കൊണ്ടും കല്യാണാലോചന എന്നുള്ളത് കൊണ്ടും ഞാനുമായിട്ട് എന്തെങ്കിലുമൊക്കെ കണക്ഷൻ ഉണ്ടാവും. കാരണം ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടി ഒരുപാട് പെണ്ണ് കണ്ട് നടന്ന ഒരാളാണ്. ഒരുപാട് പെണ്ണ് കാണാൻ പോവുകയും അങ്ങനെ ഇവിടെയൊക്കെ പോയ ഒരാളാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ പെണ്ണ് കാണാൻ പോയി, എനിക്കിഷ്ടപ്പെടാതെയും അവർക്കിഷ്ടപ്പെടാതെയും അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ. പൊതുവേ നമ്മൾ പുരുഷന്മാർ പെണ്ണ് കാണാൻ പോകുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ഒരാളെ കാണുന്ന സമയത്ത് നമ്മൾ റിജക്റ്റ് ചെയ്യുമ്പോൾ, ഞാൻ റിജക്റ്റ് ചെയ്ത ഒന്നും തന്നെ എനിക്ക് പെൺകുട്ടി ഇഷ്ടമായില്ല എന്ന് പറഞ്ഞിട്ട് റിജക്റ്റ് ചെയ്തില്ല. കാരണം അത് അവർക്ക് എന്തെങ്കിലും രീതിയിൽ ഒരു വിഷമം ഉണ്ടാക്കണ്ട എന്നുള്ളതുകൊണ്ട്. കാരണം ഞാൻ എൻ്റെ കുറിപ്പ് എന്ന് പറയുന്ന സാധനം കൊടുക്കാതെ അവരെ കുറിപ്പ് മേടിച്ചിട്ട് കുറിപ്പൊത്തില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കാറാണ്. ഹലോ, നമസ്കാരം. ആരാ? സബീന ഫ്രം അജ്മാൻ. സബീന ഫ്രം അജ്മാൻ. ആഹാ, നമസ്കാരം. നമസ്കാരം. ഞാൻ വിളിച്ചിട്ടുണ്ട്. നാട്ടിലെവിടെയാ? നാട്ടില് കൊല്ലം. കൊല്ലത്തെവിടെ? പ്രോപ്പർ കൊല്ലം, കൊട്ടിയം. ഓക്കെ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏതാ അക്ഷരം? എന്നായാലോ? എന്നാവാം. ഓക്കെ, എന്നാവാം. അപ്പൊ ഇവിടെ എന്താ വർക്ക് ചെയ്യുന്നുണ്ടോ അതോ ഹൗസ് വൈഫ് ആണോ? ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. എന്തായിട്ട്? ഞാൻ ബേസിക്കലി ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. ഒരു ഓൺ കമ്പനി ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. ചെറിയ രീതിയിൽ കേട്ടോ, വലുതായിട്ടല്ല. നമ്മൾ തമ്മിൽ പരിചയമുണ്ട്. ആണോ? അജ്മാൻ ഇന്ത്യൻ അസോസിയേഷനിൽ വെച്ച് നമ്മൾ തമ്മിൽ ഡാൻസ് ഒക്കെ കളിച്ച് പരിചയമുണ്ട്. ചാക്യാറായ സമയത്ത് ചാക്യാറായിട്ട് ഞാൻ ഉണ്ടായിരുന്നു. അജ്മാൻ ഇന്ത്യൻ അസോസിയേഷന്റെ ഓണാഘോഷം ഈ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. അതെ, എന്നെ എന്റെ ഹസ്ബൻഡിനെ കൂടെ ഊതി വാരി വിട്ടത്. ഞാൻ അങ്ങനെ കുറെ പാപം എന്നിലുണ്ട്. അപ്പൊ എന്തായാലും ആക്കാപ്പയാണ്. ആക്കാപ്പ എന്ന് പറയുന്ന 3 അക്ഷരത്തിൽ ഒരക്ഷരം തിരഞ്ഞെടുക്കുന്ന അക്ഷരം ഇടയിൽ അവസാനം ആദ്യം വരാതെ മത്സരിക്കുക. എങ്ങനെ? മലയാളം മാത്രം അല്ല, ഏത് ലാംഗ്വേജ് ഉപയോഗിക്കാം. പക്ഷെ ഈ അക്ഷരം വരാൻ പാടില്ല. ഇപ്പൊ ഈ കാ എന്ന അക്ഷരം എടുക്കുകയാണോ ഓക്കെ എന്ന് പറഞ്ഞാൽ ഔട്ടാവും. അയ്യോ, പറ്റത്തില്ല. നോക്ക്, ട്രൈ. ഇപ്പൊ നിങ്ങൾ ചാർട്ടേഡ് അക്കൗണ്ട് ഒക്കെ അല്ലേ, ചിലപ്പോ കിട്ടിയാലോ. കണക്കൂട്ടലൊക്കെ ശരിയായ അല്ല. ആ എന്ന അക്ഷരത്തിന് 3 എണ്ണേ ഉള്ളൂ. ഇത് വരാൻ പാടില്ല. ഓക്കെ, റെഡി, സ്റ്റാർട്ട് ചെയ്യാം. ആയല്ലേ? ആദ്യമായിട്ടാണ് ഞാൻ ഒരു ആയുമായിട്ട് മത്സരിക്കുന്നത്. അപ്പൊ റെഡി, ടൈം സ്റ്റാർട്ട് നൗ. അപ്പൊ ഹസ്ബൻഡ് ഔട്ടാണ്ട് നോക്ക്. ഹസ്ബൻഡ് ഇപ്പൊ എവിടെ പോയി? പുറത്തോട്ട് പോയി. എന്തേ പറ്റി? വെറുതെ പോയതാ? പള്ളിയിൽ പോയതാ. അപ്പൊ ഇനി എപ്പോ വരും? എത്ര മണിക്ക് വരും? ഇപ്പൊ വരും. അപ്പൊ ഫുഡൊക്കെ റെഡി ആയാ? എല്ലാം സെറ്റാണ്. ഒന്നും ഇത് ചെയ്യണ്ട. വന്നു കഴിഞ്ഞാൽ കഴിച്ചാൽ മാത്രം മതി. ചപ്പാത്തി മുട്ടക്കറി റെഡി ആയിട്ടിരിപ്പുണ്ട്. റെഡി ആയിട്ട് എന്നുള്ളതിൽ ആളുണ്ട്. അയ്യോ, മത്സരം തുടങ്ങിയായിരുന്നു. പിന്നെ സമയം തുടങ്ങിയില്ല. ടൈം സ്റ്റാർട്ട് നൗ എന്ന് പറഞ്ഞു. ആണോ? ഒരു സാരമില്ല. ഒരു സെക്കൻഡ്, ഒരു ടൈമറും കൂടി ഇട്ട് കൊടുക്കണേ. ഒന്നുമില്ലാതെ ഞാൻ കളിയാക്കിയ ഒരാളല്ലേ. വീണ്ടും ടൈം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. റെഡി, ടൈം സ്റ്റാർട്ട് നൗ. ഞാൻ ഈ ചാക്യാർ ചെയ്യുന്ന സമയത്ത് പൊതുവെ ആൾക്കാർ കളിയാക്കാറുണ്ടെങ്കിലും അവർക്ക് പൊതുവെ അതൊരു വിഷമം ഉണ്ടാക്കാറില്ല എന്ന് പല ആൾക്കാരും എൻ്റെ അടുത്ത് പറയാറുണ്ട്. അങ്ങനെ ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ ഞാൻ ഒന്നും പറയാറില്ല എന്നാണ് എന്റെ വിശ്വാസം. വിഷമം ഉണ്ടായോ? വിഷമം ഉണ്ടായി. എന്നിട്ട് എന്റെ അടുത്ത് എന്താ പറയായിരുന്നേ? അന്നേരം തന്നെ ഞാൻ പറഞ്ഞു, അന്നേരം എന്നുള്ളതിൽ ആയുണ്ട്. വെച്ചിട്ടുണ്ട്, വഴി വെച്ച് നമുക്ക് കാണാന്ന്. അന്നേരം എന്നുള്ളതിൽ ആയുണ്ട്. നടക്കത്തില്ല. കുഴപ്പമില്ല. സാരമില്ല. ഇനിയും ഉണ്ടല്ലോ അവസരം. നാളെ ഉണ്ട്. ഞാൻ നാളെ 8:30 നാളെ വിളിക്കാം. ശരി. ഓർമ്മയാണ് തന്നെ. നമ്മള് ഇവിടെ ആ ക്യൂവിൽ നിന്നപ്പോ ഞാൻ മുമ്പിൽ നിൽക്കുന്നതിന് എന്നെ കളിയാക്കി ഓർമ്മയുണ്ടോ? ഓക്കെ. ഫുഡ് കഴിക്കാൻ വേണ്ടി ലൈനായിട്ട് ആ സൈഡിൽ നിന്ന സമയത്ത് ഒരുപാട് ആളെ കളിയാക്കിയത് കൊണ്ട് എനിക്ക് അത്ര അങ്ങോട്ട് ഓർമ്മ കിട്ടില്ല. പക്ഷെ എന്നാലും നിങ്ങളെ കണ്ടാ എനിക്ക് ഓർമ്മ വരും. ബാക്കിയുള്ളവരെ കളിയാക്കുമ്പോ നമുക്ക് ഓർമ്മയില്ലല്ലോ. ഇല്ല, എന്തായാലും നിങ്ങൾ എന്നെ ഒരിക്കലും മറക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഒരിക്കലും ഇല്ല. നമ്മള് 2-3 വട്ടം അവിടെ ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. താങ്ക് യു. എന്തായാലും ഒരുപാട് സന്തോഷം. ഇനി അടുത്ത പരിപാടിക്ക് എന്റെ മുമ്പിൽ വരാണ്ടിരിക്കുക. ഞാൻ വരും, വന്ന് പരിചയപ്പെടും. ഓക്കെ, ഉറപ്പായിട്ടും. താങ്ക് യു. പേര് ഓർത്ത് വെച്ചോ? ഉറപ്പായിട്ടും. പേരെന്തായിരുന്നു? പേരെന്തായിരുന്നു? സബീന താനെ. ഞാൻ മറക്കൂല, ഒരിക്കലും മറക്കൂല. ഓക്കെ, മറന്നു പോവുകയാണ്. ഒന്ന് ഓർമ്മിപ്പിച്ചേക്കണം. ഹലോ, യെസ്, ആരാ? ബിനോയ്. എന്താ വിശേഷം? ഉഷാറല്ലേ? ഒരു സെക്കൻഡ്. ടിവിയുടെ വോളിയം കുറച്ചാണോ?
ആ കുറച്ചാ? ഒരു മിനിറ്റാ, ഇനി ഒരു മിനിറ്റാ. കഴിഞ്ഞാ? ഓക്കെ. അപ്പൊ ഏതാ അക്ഷരം എടുക്കുന്നേ? ഐ. കല്യാണം കഴിഞ്ഞോ? കല്യാണം കഴിഞ്ഞ ചിരിക്കുന്നു. കല്യാണം കഴിഞ്ഞ മക്കളായോ? മക്കള് 3 പേരുണ്ട്. 3 പേരുണ്ട്. ആ, ബിനോയ്. നമ്മള് പരിചയമുണ്ടോ? എവിടുന്ന്? 2 ദിവസം മുമ്പ് വിളിച്ചായിരുന്നു. 2 ദിവസം മുമ്പ് വിളിച്ച? അല്ല, നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇല്ല. കാണാം നമുക്ക്. അപ്പൊ സ്റ്റാർ കോമ്പിനേഷൻ ആണ്. സ്റ്റാർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും കോമ്പിനേഷൻ പറയും. ഇപ്പൊ മഞ്ജു വാര്യർ ദിലീപ്, അല്ലെ ദിലീപ് കാവ്യ മാധവൻ, അല്ലെ ജയറാം പാർവതി, അല്ലെങ്കിൽ മോഹൻലാൽ മമ്മൂട്ടി, അങ്ങനെ എന്തെങ്കിലും ഒരു കോമ്പിനേഷൻ പറയും. അതായത് സിനിമാ താരം ഒരു ഇംഗ്ലീഷ് ഇത്, അങ്ങനെ എന്തെങ്കിലും ഒരു കോമ്പിനേഷൻ ഉണ്ടാവും. ആ കോമ്പിനേഷനിലുള്ള 10 എണ്ണം പറയണം. 10 സിനിമേന്റെ പേര് പറയണം. ഓക്കെ, ശ്രമിച്ചു നോക്ക്. ഞാൻ കോമ്പിനേഷൻ തരാം. കോമ്പിനേഷൻ: സുരേഷ് ഗോപി, മുകേഷ്. സംബറിമ്പത്തിലെയും ജയറാം. സുരേഷ് ഗോപി, മുകേഷ്. എവിടെയെങ്കിലും സിനിമയിൽ അവർ രണ്ടുപേരും ഉണ്ടായാൽ മതി. അവർ ഒരുമിച്ച് അഭിനയിക്കുക, ഒരുമിച്ച് തന്നെ സ്ക്രീനിൽ വരണമെന്നില്ല. അവർ രണ്ടുപേരും ഉള്ളൊരു സിനിമ പോസ്റ്ററിൽ ഉണ്ടാവും. സ്വർണ സിംഹാസനം 1. പറ, അടുത്ത പറ. മുകേഷ് ഒരു പിന്നെ ഡോക്ടറും, സുരേഷ് ഗോപി ഒരു പോലീസുകാരനും, അല്ല ഒരു കള്ളനുമായിട്ടുള്ള, കള്ളനല്ല, ഒരു ഇങ്ങനെ പൈസക്ക് ഭയങ്കര മുട്ടുള്ള ടൈറ്റുള്ള ഒരാളായിട്ട്, പിന്നെ പോലീസുകാരനായിട്ടുള്ളത്, രണ്ടുപേരും പട്ടാളക്കാരായിട്ടുള്ളത്. നായർ സാബ്. അടിപൊളി. 2. പെട്ടെന്ന് പറ. വർണ്ണധീരോ? ഓ, വർണ്ണധീരോ? സുരേഷ് ഗോപിയുടെ ആണോ ഉദ്ദേശിക്കുന്നത്? കൗതുക വാർത്തകൾ. മമ്മൂട്ടിയും ശ്രീനിവാസനും അഭിനയിച്ച് കൗതുക വാർത്തകൾ 2 പേരുണ്ട്. ഓക്കെ, 3. മേഘം. അതിൽ സുരേഷ് ഗോപി ഇല്ല, മുകേഷും ഇല്ല, 2 പേരും ഇല്ല. അതിൽ മമ്മൂട്ടിയും ദിലീപുമാണ്. മമ്മൂട്ടി അല്ല, ദിലീപും അല്ല, സുരേഷ് ഗോപി, മുകേഷ്. ആ, മറ്റേ ഇതില്ലേ, ഞാൻ പറഞ്ഞില്ലേ, മുകേഷ് ഒരു ഡോക്ടറായിട്ട്. തൂവൽ സ്പർശം. ഓക്കെയാണ്. 4. കാഞ്ചീപുരത്തെ കല്യാണത്തിൽ മുകേഷ് ഉണ്ട്, സുരേഷ് ഗോപി ഉണ്ട്, റെഡിയാണ്. 5 എണ്ണായി. സുരേഷ് ഗോപി ജയറാം പൊളിച്ചേനെ പുള്ളി. ഭൂമിക. കറക്റ്റ്. പക്ഷെ സമയം കഴിഞ്ഞു പോയി. ഈ ദേവയാനിക്ക് അഭിനയിച്ച സിനിമ അറിയില്ല, സുന്ദരപുരുഷൻ അറിയില്ല. സുരേഷ് ഗോപി അത്രയ്ക്ക് അങ്ങോട്ടുള്ള ഒരു അത് ഓർമ്മ കിട്ടായിട്ടാ. ഒരുപാട് സിനിമ, അവരെ പഴയ സിനിമകൾ ഒരുപാടുണ്ട് അവർ രണ്ടുപേരും ഉള്ളത്. സാരമില്ല, അടുത്ത പ്രാവശ്യം ശരിയാക്കാം. എന്തായാലും താങ്ക് യു സോ മച്ച്. വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ താങ്ക് യു. അങ്ങനെ നിങ്ങൾ പറ്റുമെങ്കിൽ യൂട്യൂബിൽ കയറി ആ സിനിമ ഒന്ന് കണ്ടു നോക്ക്. കണ്ണൂരുകാർക്കായിരിക്കും കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് കൂടി പറയാം. ബാക്കിയുള്ളവർക്ക് അത്ര കണക്ട് ആവില്ല, പക്ഷെ എന്നാലും ഓക്കെയാണ്. ഹലോ, ആരാ? ഹെന്ന. ഹെന്ന. ഓക്കെ, ഏതാ അക്ഷരം? എം. എം എന്ന അക്ഷരം തിരഞ്ഞെടുക്കുന്നു ഹെന്നയ്ക്ക് വേണ്ടിയിട്ട്. എം ഓപ്പൺ ആകുമ്പോൾ എന്ത് വരുന്നു എന്ന് നമുക്ക് നോക്കാം. ഹെന്നക്ക് 2. 1 2 ആണേ. 1 2 എന്ന് പറയുമ്പോൾ 1 എന്ന് പറയുമ്പോൾ 2 എന്ന് പറയണം, 2 എന്ന് പറയുമ്പോൾ 3 എന്ന് പറയണം, 3 എന്ന് പറയുമ്പോൾ 4 എന്ന് പറയരുത്, 4 എന്ന് പറയണം, 4 എന്ന് പറയുമ്പോൾ 5 എന്ന് പറയണം, 9 എന്ന് പറയുമ്പോൾ 10 എന്ന് പറയണം, 10 എന്ന് പറയുമ്പോൾ 11 എന്ന് പറയരുത്, 11 എന്ന് പറയണം. റെഡി? സ്റ്റാർട്ട് ചെയ്യാം. 8 എന്ന് പറയുമ്പോൾ 9 എന്ന് പറയണം കേട്ടോ. ടൈം സ്റ്റാർട്ട് നൗ. 33. 35. 36. 1. 2. 4. 5. 6. 8. മനസ്സിലായില്ല. 8. 9. 10. 11. 12. 13. 14. 15. 21. 22. 22. 23. 24. 25. 21. 22. 20. 21. 29.
30, 35, 36, 37, 38, 36, 37, 37, 38, 36, മെല്ലെ. 30, 36, 37, 31, 32, 32, 33, 33, 34, 35, 36, 31, 32, 4, 5, 6, 7, 29, 30, 39, 40, 49. 50, ആ സുഖല്ലേ? എന്ത്? സുഖല്ലേ? ആ സുഖാണ്. 49 എന്ന് പറഞ്ഞാൽ പറഞ്ഞു മനസ്സിലായി. മനസ്സിലായിനാ? അത് മനസ്സിലായിന്നൊന്നും അറിയില്ല, അതുകൊണ്ട് ചോദിച്ചോ. അപ്പൊ ശരി എന്നാല്. ഓക്കെ. ഓക്കെ. കണ്ണാടിപ്പറമ്പ്, ഞാനത് വിട്ടിട്ടില്ല, സമയമില്ല. ഹലോ, എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ കേട്ടോ, കൊള്ളാം. ഒരു സീന് മാത്രം എനിക്ക് മനസ്സിലായില്ല, ബാക്കിയെല്ലാം ഓക്കെയാണ്. ഹലോ ഹലോ, ആരാണ്? ആഷ്ലിൻ. ആഷ്ലിൻ. ആഷ്ലിൻ ഏതാ അക്ഷരം എടുക്കുന്നേ? ഏതാ ഉള്ള? ഇ ഉണ്ടോ? ഈ ഉണ്ട്, ഈ ഉണ്ട്, ഈ ഉണ്ട്. ഡി ഇ. എന്നാ ഇ. ഓക്കെ. ഇ എന്ന അക്ഷരം എടുക്കുന്നു. ഡി ഉണ്ട്, ഇ ഉണ്ട്, എഫ് ഉണ്ട്. ഇനിയിപ്പോ ഇ ഇല്ല കേട്ടോ. പാട്ടുമാല, അതായത് 7 പാട്ടുകൾ. ഞാനൊരു വാക്ക് പറയും, പിന്നെ അടുത്ത വാക്ക് പറയും, അടുത്ത വാക്ക് പറയും, അങ്ങനെ പോകും. ഓക്കെ ഓക്കെ. റെഡി ആണല്ലോ, ഭയങ്കര കോൺഫിഡന്റ്. അപ്പൊ തീർത്തു കൊടുക്കാം. സംഗീതം. സംഗീതം വെച്ച് പറഞ്ഞോ? സംഗീതം എവിടെയെങ്കിലും വന്നാൽ മതി. സംഗീതമേ സല്ലാപം. സല്ലാപം വെച്ച് പറഞ്ഞോ അല്ലെ? സല്ലാപം എവിടെയെങ്കിലും വന്നാൽ മതി. നിരഞ്ജ. സല്ലാപം. ഓക്കെ ഓക്കെ. നീ പാടല്ല, അവർക്ക് കേൾക്കാം. സല്ലാപം ഒരു ഒന്നേ ആയുള്ളു. സല്ലാപം അല്ലാതെ വേറെ വാക്കുണ്ടോ? അതെ അതെ അതെ, അത് കറക്റ്റ് കേട്ടാ. വേം പാട്. സല്ലാപം. സല്ലാപം. ധൃതംഗപ്പുളിതനായി. എന്താ ചെയ്യുന്ന? വർക്ക് ചെയ്യുന്നുണ്ടോ? കട്ടിയുള്ള വാക്കാണ്. കട്ടിയുള്ള വാക്കാ. കട്ടിയുള്ള വാക്കോ? സല്ലാപോ? ഇത്രയും നല്ലൊരു വാക്ക് വേറിയില്ല. രണ്ടുപേരും നിന്ന് സംസാരിക്കുന്നതിന് നമ്മൾ എന്താണ് ഇവിടെ സല്ലപിച്ചേ എന്ന് ചോദിക്കുന്ന നമ്മളെ ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. നമ്മൾ ഒരാണ് ഒരു പെണ്ണ് സംസാരിക്കുകയാണെങ്കിലൊക്കെ നമ്മൾ സല്ലാപം. ഹലോ. പറ, ഞാൻ വെയിറ്റിംഗ് ആണ്. സംഗീതമേടെ ഇച്ചിരി പാടിയ വാക്ക് മാറോ? എനിക്ക് കിട്ടാണ്ടായാൽ ഞാൻ വാക്ക് മാറ്റി തന്നെ, പക്ഷെ എനിക്ക് കിട്ടിക്കഴിഞ്ഞോ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? 2 പാട്ടുണ്ട്. പാടിക്കോ. പാട്. സല്ലാപം. ആവേശത്തില് പാട്ട് ഏതാണ്? മുത്തായവനെ കാത്തുവച്ച രക്ഷകന് സംഹാരകനെ അണ്ണൻ കണ്ണനായി വന്നവളെ. അതിനകത്ത് എവിടെ സല്ലാപം? സല്ലാപല്ലേ? ഇല്ല. ആ പാട്ടൊന്ന് പാടി കേക്കട്ടെ, നല്ല കൊള്ളാമല്ലോ, കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ഒന്ന് ഉറക്ക മൈക്കൊന്ന് നന്നായിട്ട് പാടിക്കേ കേക്കട്ടെ. 2 പേര് വേറെ ആരുള്ളവരെ ചേർത്ത് വെച്ച് ഒരുമിച്ച് പാടിക്കേ. എന്തായാലും തോറ്റ് 2 പേര് ചേർന്ന് പാടിക്കേ കേക്കട്ടെ. പാട്. വാക്ക് മാറ്റാനൊന്നുമില്ല. സല്ലാപം ആ പാട്ട് പാടായിരുന്നല്ലേ? അത് പാടായിരുന്നു. ക്ഷണക്കത്ത് എന്ന് പറയുന്ന സിനിമയിലെ പാട്ട് പാടായിരുന്നു. കുഴപ്പമില്ല. നിങ്ങൾ മറ്റേ ആവേശത്തിലെ പാട്ട് പാടുന്നുണ്ടോ? പാട്, നല്ല രസമായിട്ട് പാട്, കേൾക്കട്ടെ. നന്മകനെ പൊന്മകനെ മുത്തായവനെ എന്ന് സൂര്യനും ചന്ദ്രനും മുത്തായവനെ കാത്തുവച്ച രക്ഷകന് സംഹാരകനെ അണ്ണൻ കണ്ണനായി വന്നവളെ. അടിപൊളിയായിട്ടുണ്ട്. പാട്ടൊക്കെ വീട്ടിൽ നിന്ന് ഇടക്കിടക്ക് പാടിയാൽ മതി, ശരിയാവും. ഒരുപാട് സന്തോഷം. താങ്ക് യു.
വീണ്ടും വിളിക്കാം. നമുക്ക് അങ്ങനെ ഇവിടെ ഇങ്ങനെ ഷോ കുറച്ച് സമയം കൂടി ഉണ്ട്. നമുക്ക് അടുത്ത കോളിലേക്ക് പോകാൻ. ഹലോ, ടിവിയുടെ വോളിയം കുറച്ച് വെക്കാൻ. ഹലോ ടിവിയുടെ വോളിയം കുറച്ച് വെക്കൂ. ഹലോ കുറച്ചിട്ടുണ്ട്. ഹലോ, ആണോ? എന്താ പേര്? ഗായത്രി. ഹായ് ഗായത്രി. ഹായ്. എന്താ ചെയ്യുന്ന ഗായത്രി? ഹൗസ് വൈഫ് ആണ്. ഹൗസ് വൈഫ് ആണെങ്കിൽ ഏതാ അക്ഷരം എടുക്കുന്നത്? ഏതൊക്കെ അക്ഷരം ഉള്ളത്? DFGJK അത്രേ ഉള്ളൂ. ഏതാണ്? DFGJK. ഡി. ഡി, ഓപ്ഷൻ ഡി. ദുബായിയുടെ ഡി ഗായത്രിക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ 4 അക്ഷരങ്ങൾ മാത്രമായിരിക്കും ബാക്കി ഉണ്ടാകുന്നത്. ഡി എന്നുള്ളത് കഥ പറയുമ്പോൾ ഞാൻ ഒരു സിനിമയിലെ കഥ പറയും. അത് ഏത് സിനിമയാണ് എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ? ഏത് സിനിമയിലെ കഥ പറഞ്ഞു കൊടുക്കുന്നുള്ളതാണ്. നല്ല സിനിമ ഏതെങ്കിലും പറയണേ, എനിക്ക് പുതിയതൊന്നും അറിയില്ല. പുതിയതറിയില്ല, പഴയ സിനിമ അറിയോ? പഴയതെന്ന് പറഞ്ഞ എല്ലാം കണ്ടിട്ടൊന്നും ഇല്ല, എന്നാലും പറഞ്ഞു നോക്കാം. ശരി, ഞാൻ പഴയ ഒരു സിനിമ പറഞ്ഞുതരാം. ഓക്കെ, റെഡി, ടൈം സ്റ്റാർട്ട് നൗ. ഒരാൾ നാട്ടിൽ നിന്നിട്ട് രക്ഷപിടിക്കുന്നില്ല, ഗുണം പിടിക്കുന്നില്ല. അദ്ദേഹം അങ്ങനെ നാട് വിടുകയാണ്. ഗൾഫിലേക്ക് പോകാന്നുള്ള പ്ലാനോട് കൂടി ബോംബെയിൽ എത്തിച്ചേർന്നു. ബോംബെയിൽ അങ്ങനെ ജീവിക്കാം ഇനി എന്ത് എന്നുള്ളൊരു തീരുമാനമില്ലാതെ കഷ്ടപ്പെടുകയാണ്. അതിനിടയിൽ വെച്ച് നാട്ടിൽ വെച്ച് കണ്ടിരുന്ന ഇയാളുടെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസയൊക്കെ തട്ടിപ്പറിച്ചിട്ട് ഓടിയിരുന്ന ഒരു കൂട്ടുകാരനെ കണ്ടെത്തുകയും ആള് ഇച്ചിരി ഫ്രോഡായിട്ടുള്ള ഒരാളാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയും പക്ഷേ വേറെ വഴിയില്ലാത്ത കാരണം അവൻ്റെ കൂടെ ജീവിതം മുന്നോട്ട് നീക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവരുടെ ആ ബോംബെയിലുള്ള നഗരത്തിൽ തന്നെയുള്ള ഒരു വീട്ടിൽ കുറച്ച് പ്രായമുള്ള ആൾക്കാർ താമസിക്കുന്നുണ്ട്. അപ്പൊ അവരെ വീട്ടിൽ അവരെ കൊച്ചുമോൻ ലണ്ടനിൽ നിന്നോ കാനഡയിൽ നിന്നോ പുറം രാജ്യത്ത് കിട്ടി പറയട്ടെ. അല്ല, തെറ്റിക്കഴിഞ്ഞാ ഔട്ടാവും. പറ. വേണ്ട, നിങ്ങൾ കഥ പറഞ്ഞു. ഇല്ല, പറയ്. കിട്ടിക്കഴിഞ്ഞാ പിന്നെ പറയില്ല. കാക്കക്കുയില് ഈസ് റൈറ്റ് ആൻസർ. ഞാൻ കൂട്ടം കിട്ടട്ടെ വിചാരിച്ചു, ഇന്ന് ആരും ജയിച്ചിട്ടുമില്ല. ആണോ? അപ്പൊ കാക്കക്കുയില് ഈസ് റൈറ്റ് ആൻസർ. അപ്പൊ എന്തായാലും സന്തോഷം, വീണ്ടും വിളിക്കുക. ഗായത്രി. അപ്പൊ ഗായത്രി ജയിച്ചു പോയിരിക്കുകയാണ് സുഹൃത്തെ. നെക്സ്റ്റ് കോളർ അല്ലേ, ലാസ്റ്റ് കോളർ. ഹലോ. 4 അക്ഷരം മാത്രം ബാക്കി കിടക്കുന്നു. FGJK. ആ, പേരെന്താ? മിസ്ബില. തസ്മില അല്ലേ? തസ്മില. ഓക്കെ, ഇതാ പാട്ടുപാടി, നമുക്ക് പാട്ടുപാടി അങ്ങനെ ആനന്ദിക്കാം. ഇത് രണ്ടുപേരും പാടുന്നതാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. അന്താക്ഷരിയാ, രണ്ടുപേർക്കും പാടാം. ഞാൻ പാടുകയാണ്, ഒരു കുഴപ്പമില്ല അല്ലേ നിങ്ങൾക്ക്? എല്ലാവർക്കും അതാണ്. ഞാൻ പാടുകയാണ്, എന്തായാലും ഞാൻ തെറ്റുപാടുമല്ലോ, അതുകൊണ്ട് പ്രശ്നമില്ല. അതുകൊണ്ട് അങ്ങനെ നിൽക്കുക. ഓക്കെ, അപ്പൊ പാടി തുടങ്ങിക്കോ. എന്നാല് ടൈം സ്റ്റാർട്ട് നൗ. ആ, പാട്. അന്ന് നിന്റെ നുണക്കുഴി തെളിഞ്ഞിട്ടില്ല, ഒന്ന് നിന്റെ കാവിയിൽ ഇത്ര ചുവന്നിട്ടില്ല. ചുവന്നിട്ടില്ല, ചുവപ്പല്ല, ചമ്പക്കുളം തച്ചൻ ഉന്നം പിടിപ്പിച്ച പൊന്നാപുരത്തോണിയോ പൊന്നാലിനി തോണിയോ ദേവിയല്ലോ നീതാ. തായമ്പൂ മണമുള്ള മിഴി എന്നാ താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീതാ. ദയന്റെതാ ദേവദുന്ദുഗീതൻ ഹർഷമംഗളഘോഷം. ഏതാ? ദുംദുംന്റെ ദാ. ദീനദയാലോ രായോ? രാപ്പാടി പക്ഷിക്കൂട്ടം ചേക്കേറാം കണ്ണിനുള്ളിൽ. കൂട്ടിൽ നിന്നാണ് ചങ്ങായി. ഓഹോ, തിരുത്താൻ നിൽക്കുന്നുണ്ടല്ലേ? എന്നാ ശരി, തരാം. കൂട്ടിൽ നിന്നും പറന്നിടുന്നേ മതി, എനിക്ക് അത്ര മതി. പത്ത് വെളുപ്പീന് മുറ്റത്ത് എല്ലാരും പാട്ട് പഠിച്ച്. മുറ്റത്ത് നിക്കണ അക്ഷരം എന്താ? കസ്തൂരി മുല്ലക്ക് കാതുകുത്ത്. കാക്ക തമ്പുരാട്ടി കറുത്ത മണവാട്ടി കൂടെ വീടെ. കാക്കാപ്പൂച്ച പട്ടണ താണ്ഡവം കെട്ടണം ഇതിലേ. ഞാൻ ഇങ്ങനെ കേട്ടിട്ടില്ല. കാക്കാപ്പൂച്ച കൊക്കരക്കോഴിവ ഇതിലെ ഇന്നെനിക്ക് പൊട്ടുകുത്താൻ ചന്ദ്രിക സന്ധ്യകൾ ചാലിച്ച സിന്ദൂരം സിന്ദൂര തിലകവുമായി പുള്ളിക്കുയിലെ പോരു നീ. നിനക്കെന്റെ മനസ്സിലെ മലരിട്ട വസന്തത്തിൻ മഴവില്ലു മെനഞ്ഞു തരാം. സമയം കഴിഞ്ഞില്ല, ഇപ്പൊ കഴിയാൻ പോവാ. താമര നൂലിനാൽ
വെള്ളയൻ മോന് സമയം കഴിഞ്ഞ് അക്ഷരം തരുന്നതിന് മുമ്പ് ഞാനിവിടെ കറക്റ്റ് 10 സെക്കൻഡ് നോക്കിയിട്ടാ പറഞ്ഞത്. അത് പക്ഷെ ടിവിയിലത് വൃത്തിയായിട്ട് വ്യത്യാസം ഉണ്ടാവും, ചെറിയ വ്യത്യാസം ഉണ്ടാവും. 10 സെക്കൻഡ് വ്യത്യാസത്തിൽ ഞാൻ പറഞ്ഞിട്ട് സമയം കഴിഞ്ഞു. ഞാൻ ചോദിച്ചോ കള്ളത്തരമൊന്നുമില്ല അത്. ഞാൻ സത്യസന്ധമായിട്ട് നിരഞ്ജനോട് നിരഞ്ജൻ പറയാ സത്യമാണെന്ന്. ഓക്കെ, നിരഞ്ജൻ സമ്മതിച്ചാൽ ഞാൻ ഓക്കെ പറയും. നിരഞ്ജൻ ഔട്ട് ഓർ ഇൻ? നിരഞ്ജൻ ഔട്ട് എന്ന് നിരഞ്ജൻ പറഞ്ഞിരിക്കുന്നു. അവൻ സന്തോഷം. നിരഞ്ജൻ പറഞ്ഞ ഔട്ടാണെന്ന് പറഞ്ഞ അതുകൊണ്ട് മാത്രം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവൻ നിരഞ്ജൻ മാത്രമല്ല, അവിടുന്ന് റിജിലും പറഞ്ഞു. അവൻ രണ്ടുപേരും കൂടി ഒറ്റ അക്ഷരത്തിൽ പറയുന്നു. മാത്രമല്ല സച്ചുവേട്ടൻ കൈവന്നിച്ച് പറയുന്നു ഔട്ടാണെന്ന്. ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർ എത്ര ആള് സപ്പോർട്ട് ചെയ്ത് സ്ഥിതിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതായത് സന്തോഷം. വീണ്ടും വിളിക്കാം. നമുക്ക് നാളെ കാണാം. ടാറ്റാ ബൈ, ഗുഡ് നൈറ്റ്. അപ്പൊ ഇന്ന് തൽക്കാലത്തേക്ക് വിട പറയാണ് സുഹൃത്തുക്കളെ. വീണ്ടും നമ്മൾ നാളെ രാത്രി കൃത്യം 8:30 കാണുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റ ബൈ. ജസ്റ്റ് ഒരൊറ്റ ദിവസത്തേക്ക് വേണ്ടി മാത്രം. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും വരും. നാളെ 7:30 നമ്മളെ 3-in-1 ഉണ്ടാവും. 8:30 ആവുമ്പോൾ കളിക്കളമായിട്ട് ഞാൻ എത്തുന്നുണ്ടാവും. അപ്പോൾ വീണ്ടും കാണാം. ടാറ്റ ബൈ, ഗുഡ് നൈറ്റ്. സൈനിങ് ഓഫ് സനീഷ് ചാക്യാർ വിത്ത് മീൻ, നമ്മുടെ സ്വന്തം നിഷാദ് ക, ആൻഡ് നമ്മുടെ ഡയറക്ഷൻ സൈഡിൽ ഇവിടെ ഇപ്പൊ ഇരിക്കുന്ന നിരഞ്ജേട്ടൻ, ക്യാമറ നോക്കുന്ന സച്ചുവേട്ടൻ, ആൻഡ് നമ്മുടെ PCR നോക്കുന്ന റിജിൽ, ഇവരെല്ലാവരും ചേർത്ത് വെച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്. സൈനിങ് ഓഫ് ഫ്രം UBL HD. ഗുഡ് നൈറ്റ്.